നമസ്കാരം. അരവിന്ദ് കെജ്രിവാളിന് മദ്യനയ അഴിമതി കേസിൽ ഇന്നലെ ജാമ്യം കിട്ടി. ഇന്ന് ഹൈക്കോടതി ജാമ്യം സ്റ്റേയും ചെയ്തു. ഇന്നലെ ജാമ്യം അനുവദിച്ച റൌസ് അവന്യൂ കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ രൂക്ഷ ഭാഷയിലാണ് വിമർശിച്ചത്. അരവിന്ദ് കെജ്രിവാളിനെ കേസുമായി ബന്ധിപ്പിക്കുന്ന പ്രത്യക്ഷ തെളിവുകളിൽ നിന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നു. കോടതികൾ ഇഡിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങുകയാണ്. സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളൊപ്പം അതിഥികളായി ആം ആദ്മി പാർട്ടി വക്താവ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ, കോൺഗ്രസ് വക്താവ് ഡോക്ടർ ജിൻഡോ ജോൺ, BJP വക്താവ് ഉല്ലാസ് ബാബു, മാധ്യമപ്രവർത്തകൻ ആനന്ദ് കൊച്ചുടി എന്നിവർ. ആദ്യം ആനന്ദിലേക്ക്. ആനന്ദ്, ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിൽ പല ഹർജികളൊക്കെ വന്നിരുന്നു. ഇഡിയെ സവിശേഷമായി നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ വന്ന ഹർജി തള്ളിക്കളഞ്ഞെന്ന് നാം കണ്ടതാണ്. പക്ഷേ കോടതികൾ ഇഡിയെ കുറെ കൂടി ഈ PMLA ആക്ടിന്റെ പർവ്യൂവിൽ നിന്നുകൊണ്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. ഇതിനെങ്ങനെ കാണണം? അല്ല, ഇതിപ്പോഴും EDയെ ഇങ്ങനെ എന്താ പറയുന്ന, ഈ EDക്ക് ഇത്രയും സ്വാധീനം അല്ലെങ്കിൽ പല രാഷ്ട്രീയക്കാരെയും ഇതുപോലെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും ഒക്കെ ഈ 2014 ശേഷം ഈ PMLA ആക്ടിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ തന്നെയാണ്. ആ മാറ്റങ്ങൾ എപ്പോഴാണോ ആ മാറ്റങ്ങൾക്ക് ഒരു തടയുണ്ടാകുന്നത്, അല്ലെങ്കിൽ ആ മാറ്റങ്ങൾ എപ്പോഴാണോ അത് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നത്, അതായത് ഇപ്പോൾ ഒരു കുറ്റവാളിക്ക് തൻ്റെ നിരപരാധിത്വം തെളിയിക്കണമെങ്കിൽ സാധാരണഗതിയിൽ അത് സ്റ്റേറ്റാണ് അല്ലെങ്കിൽ ഈ പ്രോസിക്യൂഷനാണ് അത് തെളിയിക്കാനുള്ള ബാധ്യത. അങ്ങനെ തെളിയിച്ചാൽ മാത്രമേ ഒരു കൊലക്കുറ്റം ചെയ്ത ആളെപ്പോലും ശിക്ഷിക്കാൻ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് വകുപ്പുള്ളൂ. പക്ഷേ ഈ PMLA ആക്ടിൻ്റെ ഇപ്പോഴത്തെ ഒരു നിർവചനത്തിനനുസരിച്ച് ഇപ്പോൾ കുറ്റവാളി അല്ലെങ്കിൽ ആരാണോ, ആർക്കെതിരെയാണോ ആക്ഷേപമുള്ളത്, അല്ലെങ്കിൽ ആരെയാണോ ED ഈ കേസിൽ ഉൾപ്പെടുത്തുന്നത്, അവരുടെ മേലാണ് ഈ കുറ്റവാളിയല്ല എന്നുള്ള അത് തെളിയിക്കേണ്ട ബാധ്യത വരുന്നത്. അപ്പോൾ ആ ഒരു ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു സാധാരണഗതിയിലുള്ള ഒരു ന്യായമായിട്ടുള്ള ഒരു പരിഗണന PMLA കേസിൽ ഉൾപ്പെടുന്ന രാഷ്ട്രീയക്കാരായ ആൾക്കാരുൾപ്പെടെയുള്ള മറ്റ് ഉദ്യോഗസ്ഥന്മാരും എല്ലാവർക്കും, ഏത് ബിസിനസ്സുകാരാണെങ്കിൽ അവർക്കുൾപ്പെടെ അത് കിട്ടുന്നില്ല എന്നുള്ളൊരു വ്യവസ്ഥ വെച്ചാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ കുറേ കാലമായിട്ട് എതിരാളികൾക്കെതിരെ, രാഷ്ട്രീയക്കാർക്കെതിരെയും അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്കെതിരെയും അല്ലെങ്കിൽ മറ്റു പലരെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്താനും അവരെ പല വിധത്തിൽ അവരെ സ്വാധീനം ചെലുത്തി അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തി മറ്റ് പാർട്ടികളിൽ നിന്ന് അടർത്തിയെടുത്ത് BJPയിൽ എത്തിക്കാനും അല്ലെങ്കിൽ മറ്റു പാർട്ടികളെ ദുർബലമാക്കാനെങ്കിലും അവർക്ക് കഴിയുന്ന ഇതുകൊണ്ടാണ്. പക്ഷേ ഇതിന് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എന്തായാലും ജുഡീഷ്യറി ഉൾപ്പെടെ മറ്റ് പ്രതിപക്ഷ കക്ഷികൾക്കൊക്കെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു മാറ്റം അത് ജുഡീഷ്യറിയിലും നിഴലിക്കും, അല്ലെങ്കിൽ ജുഡീഷ്യറിയിലും ആ മാറ്റം നമുക്ക് പതുക്കെ കാണാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് കഴിഞ്ഞ ദിവസം EDക്കെതിരെ കോടതിയിലുണ്ടായ പരാമർശങ്ങൾ. പക്ഷേ അത് എപ്പോഴാണോ ഈ വ്യവസ്ഥ തന്നെ മാറ്റാൻ പറ്റുന്നത്, അത് അത്ര എളുപ്പമായിരിക്കില്ല. കാരണം സുപ്രീം കോടതിയിൽ ഒരു തവണ ഇത് ഹിയറിങ്ങിന് വന്നതാണ്. അന്ന് ഈ EDക്ക് അനുകൂലമായിട്ടാണ് സുപ്രീം കോടതി അതിൽ വിധിച്ചത്. അപ്പോൾ എപ്പോഴാണോ അങ്ങനെ ഒരു പൂർണ്ണമായ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്നത്, അപ്പോഴായിരിക്കും EDക്ക് ഇപ്പോഴുള്ള ഇങ്ങനെയുള്ള ഒരു സ്വാധീനം അല്ലെങ്കിൽ ഇങ്ങനെ ആരെയും കേസിൽപ്പെടുത്താമെന്നുള്ള ഒരു സാഹചര്യം മാറുന്നത്. പക്ഷേ ഇനി പതുക്കെ അതിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് കരുതുന്നത്. പ്രത്യേകിച്ചും പാർലമെൻറ്റിൽ, ലോക്സഭയിൽ പ്രതിപക്ഷത്തിന് വലിയ ഒരു അപ്പർ ഹാൻഡ് കിട്ടാൻ പോകുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് നരേന്ദ്രമോദി മറ്റ് സഖ്യകക്ഷികളെയൊക്കെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ വശത്താക്കി കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള മിനിസ്ട്രികളെല്ലാം BJPയുടെ കയ്യിൽ തന്നെ വെച്ചിട്ടുണ്ട്. സ്പീക്കറുടെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഇനിയിപ്പോൾ TDPക്ക് കൊടുക്കുമോ അതോ ചന്ദ്രബാബു നായിഡുവിൻ്റെ ബന്ധുവായിട്ടുള്ള പുരന്തേശ്വരിക്ക് BJP തെലങ്കാനയുടെ ആന്ധ്രയുടെ പ്രസിഡൻ്റായ പുരന്തേശ്വരിക്ക് ആ ചുമതല കൊടുക്കുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും പതിയെ ഈ ഡ്രക്കോണിയൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന നിയമങ്ങൾക്കൊക്കെ മാറ്റം വരാനുള്ള സാഹചര്യം ഉണ്ട്. അത് എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് എനിക്ക് തോന്നുന്നു അടുത്ത കുറച്ച് ദിവസങ്ങളിൽ ലോക്സഭയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പിന്നെ ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, ഹരിയാന സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ, അതിനുശേഷം ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതിനുശേഷം ജമ്മു കാശ്മീരിലും ദില്ലിയിലും
തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുണ്ട്. ദില്ലിയിലെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴാണ് ഈ കേജ്രിവാളിനെ ഇതുപോലെയുള്ള പലതരത്തിൽ പൂട്ടുകളിട്ട് പുറത്തിറങ്ങാതെ കേജ്രിവാളിനെ രാജിവെപ്പിക്കുക എന്നുള്ള ഒരു ഒറ്റ പോയിന്റിൽ നിന്നുകൊണ്ട് BJP കാര്യങ്ങളെല്ലാം ആസൂത്രണം ചെയ്തത്. ഇപ്പോഴും 90 ദിവസം പൂർത്തിയായി കേജ്രിവാൾ പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് രാജി വെപ്പിക്കുക എന്നുള്ള ഒരു സമ്മർദ്ദം നിലനിർത്താൻ വേണ്ടി തന്നെയാണ് BJP ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷേ അത് എനിക്ക് തോന്നുന്നില്ല അത് നടക്കുമെന്ന്. ശരി, അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം മോദി സർക്കാരിനെതിരെ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം തെരഞ്ഞെടുപ്പിലെ ഈ തിളക്കം ഇല്ലാത്ത വിജയത്തിൻ്റെ പ്രധാന കാരണം ED ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗമാണ് എന്ന് പല കോണുകളിൽ നിന്ന് വിമർശനം ഉയർന്നിരുന്നു. പക്ഷെ ഇവിടെ നോക്കൂ, കേജ്രിവാളിനെ അകത്തിട്ടേ മതിയാകൂ എന്ന ഒരൊറ്റ അജണ്ടയിൽ പ്രവർത്തിക്കുന്നു ED. കേന്ദ്ര സർക്കാർ എന്നൊക്കെ തോന്നിപ്പിക്കുന്ന വിധമാണെന്ന് കോടതിയിൽ കണ്ട രംഗങ്ങൾ. പക്ഷേ റൌസാവന്യ കോടതി, വിചാരണ കോടതി എന്ത് ചെയ്യുന്നു? അതിരൂക്ഷമായി EDയെ വിമർശിക്കുകയാണ്. ഡയറക്റ്റായിട്ടുള്ള പ്രത്യക്ഷ തെളിവുകളൊന്നുമില്ലാതെ ഒരാൾക്ക് ജാമ്യം നിഷേധിക്കുകയാണ്. അയാളെ എന്തിനാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ജയിലിൽ പാർപ്പിക്കുന്നത്? എന്തിനാണ്? എന്ത് ഇൻവെസ്റ്റിഗേഷനാണ് നടന്നിട്ടുള്ളത്? നിങ്ങൾ പറയുന്ന 100 കോടിയുടെ തുക 40 കോടി പിടിച്ചെടുത്തു എന്ന് പറഞ്ഞത് ബാക്കി തുക കണ്ടെത്താൻ എത്ര സമയം വേണം എന്നൊക്കെ തുടങ്ങി EDയെ രൂക്ഷമായ ഭാഷയിലാണ് കോടതി ഇന്നലെ വിമർശിച്ചത്. ഇന്ന് പക്ഷേ ആ ജാമ്യം സ്റ്റേ ചെയ്യാൻ സാധിച്ചു. പക്ഷേ ആ വിമർശനം ഇപ്പോഴും വാലിഡായി നിൽക്കുകയല്ലേ ഉല്ലാസ് ബാബു? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അങ്ങ് ഈ ചർച്ചയിൽ എന്നോടൊരു ചോദ്യം ചോദിക്കുന്നതിനൊക്കെ മുമ്പ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം എന്ന് പറഞ്ഞു. എൻ്റെ അറിവിൽ NDA മുന്നണി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടില്ല. NDA മുന്നണിയാണ് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത്. അത് അങ്ങക്ക് എന്തെങ്കിലും ഒരു അറിവുണ്ടെങ്കിൽ ഒന്ന് തിരുത്തണമെന്നൊരു അപേക്ഷ. 2, അങ്ങ് പറഞ്ഞു കേന്ദ്ര സർക്കാർ പീഡിപ്പിക്കുന്നു കോടതിയിൽ. കേന്ദ്ര സർക്കാർ കോടതിയിൽ പീഡിപ്പിക്കുന്നില്ല സാർ. ഒരു വിഷയത്തിൽ ഒരു കുറ്റം ആരോപിക്കപ്പെടുന്നു, അതിനകത്ത് കൃത്യമായ തെളിവുകൾ ഉണ്ടാകുന്നു, ഒരു അന്വേഷണ ഏജൻസി അത് അന്വേഷിക്കുന്നു, അന്വേഷണ ഏജൻസികൾ അതിനുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൃത്യമായിട്ട് കോടതിയിൽ രേഖപ്പെടുത്തുന്നു. ആ രേഖപ്പെടുത്തുന്ന കാര്യങ്ങൾ കോടതി നിരീക്ഷിക്കുന്നു. കോടതിയിൽ അതിനകത്ത് ജാമ്യം കൊടുക്കുകയോ ജാമ്യം കൊടുക്കാതിരിക്കുകയോ ഇത്യാദി കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ വരുന്ന കാര്യമാണ്. അത് രാഷ്ട്രീയപരമായിട്ട് BJPയുടെ മുന്നിൽ വരുന്നതല്ല, BJP എടുക്കുന്ന തീരുമാനവുമല്ല, അത് കോടതി എടുക്കുന്ന തീരുമാനമാണ്. നമ്മൾ ഈ മാധ്യമത്തിൽ ജാമ്യം കിട്ടുന്നതിനും കിട്ടാത്തതിനെയും അല്ലെങ്കിൽ തള്ളിയതിനെയും കൊണ്ടതിനെയും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതിനെ രാഷ്ട്രീയമായിട്ടല്ല ചർച്ച ചെയ്യേണ്ടത്. അത് രാഷ്ട്രീയ കേന്ദ്രീകൃതമായി ഇതിനെ കാണുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റാനും നമ്മൾ ശ്രമിക്കുന്നത് തെറ്റാണ്. പരിപൂർണമായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ, കോടതിയുടെ ഒരു അത്യപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കാര്യങ്ങളാണ് പെട്ടെന്ന് തന്നെ ഹൈക്കോടതി എടുക്കുകയും ഹൈക്കോടതി ആ വിഷയത്തിൽ ഇടപെടുകയും ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കേസിൽ അതിനനുസരിച്ചുള്ള ഗ്രാവിറ്റി ഉണ്ടായി കാണണം. അല്ലെങ്കിൽ ആ കീഴ്ക്കോടതി അനുവദിച്ച കാര്യത്തിലും അതനുസരിച്ചുള്ള മാറ്റങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളോ കോടതി നിരീക്ഷിച്ചിട്ടുണ്ടാകണം. സ്വാഭാവികമായിട്ട് ആ കോടതി എടുത്ത തീരുമാനങ്ങൾ നമ്മളെല്ലാവരും കോടതി ആ തീരുമാനങ്ങളിലേക്ക് എത്തുന്ന നിരവധി വഴികളുണ്ട്. ആ വഴികളിൽ അതിൻ്റെ ഇടയിൽ പറഞ്ഞ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ആ കോടതി കൊടുക്കുന്ന ഓർഡറിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുക ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ. ആ ഓർഡർ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആ ഓർഡർ പറഞ്ഞ കാര്യമാണ് നമ്മൾ നിവർത്തിച്ചു പോരുന്നത്, നമ്മൾ കൃത്യമായി പാലിച്ചു പോരേണ്ടതും. ആ കാര്യങ്ങൾ കോടതി പറഞ്ഞ കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ മഹാരാജ്യത്ത് ജനിച്ചു വന്ന ഇന്ത്യൻ സിറ്റിസൺ അല്ലേ, അദ്ദേഹം അത് പാലിക്കപ്പെടണം. അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അത് BJPയുടെ ഒരു രാഷ്ട്രീയ മാർഗമാണ് എന്ന രീതിയിലേക്കുള്ള ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ജനങ്ങളിലേക്ക് തെറ്റായൊരു സന്ദേശം നടത്തുന്ന ഒരു ടീം പ്രവർത്തിക്കുന്നുണ്ട്. അത് ഇന്ത്യക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗത്തും പ്രവർത്തിച്ചിരുന്നു. ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പിന് മുമ്പിൽ നമ്മൾ മീഡിയ വണിൽ നടത്തിയ ചർച്ചയിൽ കെജ്രിവാളിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് സ്വാഭാവികമായിട്ട് അങ്ങും ഞാനും ഇരുന്ന് ചർച്ച ചെയ്ത വിഷയത്തിൽ എന്തൊക്കെയായിരുന്നു? അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ നരേന്ദ്രമോദി ഓടിപ്പോകേണ്ടി വരും, BJP അധികാരത്തിൽ വരില്ല, NDA മുന്നണി വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് എന്തൊക്കെ പറഞ്ഞു ഒരു പ്രദർശനം ഉണ്ടായില്ല. ഡൽഹിയിൽ എന്താണ് റിസൾട്ട് വന്നതെന്ന് അങ്ങേക്കും അറിയാം, എനിക്കും അറിയാം. അപ്പോൾ ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് വലിയ വിഷയമുള്ള കാര്യമല്ല. കോടതിയുടെ മുമ്പിലുള്ള വിഷയമാണ്, അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്ന വിഷയമാണ്. അന്വേഷണ ഏജൻസി കൃത്യമായി തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട്. ആ ഹാജരാക്കിയ തെളിവുകൾ പേപ്പറിൽ എണ്ണം കൂടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടൊരു വിഷയത്തിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ച് ആ തെളിവുകൾ രേഖപ്പെടുത്തുമ്പോൾ നിരവധി പേപ്പറുകൾ ഉണ്ടാകും. അത് വായിച്ചു നോക്കേണ്ടതും അത് വായിച്ചു നോക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നതും നോക്കുന്ന മെറിറ്റ് അനുസരിച്ച് കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടതൊക്കെ ബഹുമാനപ്പെട്ട കോടതിയാണ്. ആ കോടതിയുടെ തീരുമാനത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഞാനും നിങ്ങളും ചെയ്യേണ്ട ഉത്തരവാദിത്തം. അതിനെ വളച്ച് തിരിച്ച് രാഷ്ട്രീയവൽകൃതമായി ചെയ്യുന്നത് അതൊരു അജണ്ടയാണ്. ആ അജണ്ടയിൽ BJP എന്തായാലും കൊത്താൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളത് BJPയുടെ നെറുകിലേക്ക് കൊണ്ടുവരുന്നത് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയമായിട്ട് മാത്രമാണ്. അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് രാഷ്ട്രീയമായി ഇന്റർപ്രറ്റ് ചെയ്യുന്നത് മാധ്യമങ്ങളല്ല ശ്രീ ഉല്ലാസ് ബാബു, കോടതി തന്നെയാണ്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിനെ, ഒരു മുഖ്യമന്ത്രിയെ ED അറസ്റ്റ് ചെയ്യുന്നു. ഇലക്ഷൻ കഴിയുന്നതുവരെ അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം അനുവദിക്കാൻ കോടതി തീരുമാനിക്കുന്നതിന് പിന്നിൽ
ആ അറസ്റ്റിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്ന് കണ്ടെത്തിയതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കാമല്ലോ. PMLA ആക്ട് അനുസരിച്ച് എത്ര നാൾ വേണമെങ്കിലും ജയിലിൽ പാർപ്പിക്കാം, ഒരു തെളിവും കോടതിയുടെ മുമ്പിൽ ഹാജരാക്കാതെ. നോക്കൂ, രാഷ്ട്രീയപരമായിട്ട് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് തന്നെ കൃത്യമായിട്ടുള്ള അജണ്ടയാണെന്നേ. അത് നിങ്ങൾ ആരോപിക്കുന്ന വിഷയമല്ലേ? അത് രാഷ്ട്രീയമായിട്ടാണോ അറസ്റ്റ് ആരോപിക്കപ്പെടുന്ന അജണ്ട എന്നല്ല. അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം അനുവദിച്ചത് എന്ത് കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഉല്ലാസ് ബാബു? അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം കിട്ടിയപ്പോൾ കോടതി എന്താണ് പറഞ്ഞത്? ഇലക്ഷൻ കഴിയുമ്പോൾ ജയിലിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളിയാകാൻ ഒരു പാർട്ടിയുടെ കൺവീനറെ, ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ അനുവദിച്ചില്ല. അതാണ് കോടതി കണ്ടെത്തിയത്. നോക്കൂ, ഒരു രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണെന്ന് വിചാരിച്ച്, അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണെന്ന് വിചാരിച്ച്, അദ്ദേഹം ഒരു ജനങ്ങളുടെ മുമ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ മേലെ വന്ന ആരോപണങ്ങളോ അദ്ദേഹത്തിന് നേരെ അന്വേഷണ ഏജൻസി കണ്ടെത്തിയ കാര്യങ്ങളോ ഒന്നും ഇല്ലാതാകുന്നില്ല സർ. അത് സ്വാഭാവികമായിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് നീതിന്യായ വ്യവസ്ഥ നിലനിൽക്കുന്ന ഈ രാഷ്ട്രത്തിൽ സ്വാഭാവികമായി അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കൈവിരലുകൾക്ക് അതിൽ പങ്കുണ്ട് എന്ന് കണ്ടെത്തിയാൽ, അതിൻ്റെ ആരോപിക്കപ്പെടുന്ന വിഷയം ശരിയാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് വന്നാൽ ആ അന്വേഷണ ഏജൻസിയുടെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കും. ആ പ്രവർത്തിക്കുന്ന സമയത്ത് അത് രാഷ്ട്രീയമാണ്, ആ അറസ്റ്റ് രാഷ്ട്രീയമാണ് എന്ന വ്യാഖ്യാനം നിങ്ങൾ കൊടുക്കുന്നത് അതിന് രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾക്ക് എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകളോടുള്ള വിരോധമാണ് എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമല്ലേ? ഇന്ന് കീഴ്ക്കോടതി പറഞ്ഞ കാര്യങ്ങൾ തന്നെ വളരെ വ്യക്തമായിട്ട് ഒരു കാര്യത്തിൽ പറഞ്ഞത് എന്താണ്? ഈ കേസിൻ്റെ മെറിറ്റ് അടിസ്ഥാനത്തിലല്ല ഈ ജാമ്യം കൊടുക്കുന്നത്, അതിനെ ആരും അങ്ങനെ വ്യാഖ്യാനിക്കും വേണ്ട, കൃത്യമായി പറഞ്ഞിട്ടില്ലേ? സ്വാഭാവികമായിട്ട് അദ്ദേഹം ചെയ്ത കുറ്റത്തിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാക്കിക്കൊണ്ടിട്ടായിരിക്കണം അദ്ദേഹത്തിന് നേരെയുള്ള മേൽക്കോടതിയുടെ വിധിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് സാമാന്യവൽക്കരിക്കുന്ന അജണ്ടയിലേക്ക് മീഡിയ വൺ പോലെയുള്ള ഒരു മാധ്യമ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു ചാനൽ നിലനിൽക്കരുത് എന്നും മറ്റുള്ള കാര്യങ്ങൾക്ക് രാഷ്ട്രീയമായി കാണുന്നതിനെ ഇങ്ങനെയുള്ള ആരോപണത്തെ രാഷ്ട്രീയമായി കാണരുത് എന്നുമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ അതിനെ എതിർക്കാതിരിക്കാം. BJPയെ സംബന്ധിച്ചിടത്തോളം അത് 100% BJPയുടെ പൊളിറ്റിക്കൽ കേസല്ല, അത് അരവിന്ദ് കെജ്രിവാൾ ചെയ്ത കുറ്റത്തിനെതിരെയുള്ള കേസാണ്. നോക്കട്ടെ, BJPക്ക് അതിൽ വേറെ വിനോദ് മാത്യു, ഇവിടെ അരവിന്ദ് കെജ്രിവാളിനെ കേസിലേക്ക് ലിങ്ക് ചെയ്യിപ്പിക്കാനിടയായ ശരത് നായിഡു എന്ന മദ്യനയ അഴിമതി കേസിലെ മറ്റൊരു പ്രതി, അദ്ദേഹം ഇപ്പോൾ പ്രതിയല്ല, ഇപ്പോൾ ഡിഫക്ടറാണ്, അദ്ദേഹം മാപ്പുസാക്ഷിയാണ്. അപ്പോൾ ഈ മാപ്പുസാക്ഷിയുടെ മൊഴി അനുസരിച്ചാണ് അരവിന്ദ് കെജ്രിവാളിനെതിലേക്ക് കൊണ്ടുവന്നത്. ആ മൊഴി അല്ലാതെ മറ്റെന്തെങ്കിലും തെളിവുകളുണ്ടോ എന്നാണ് റൌസവന്യ കോടതി ഇന്നലെ ചോദിച്ചത്. ഈ ശരത് നായിഡു ഇപ്പോൾ ജാമ്യത്തിൽ പുറത്താണ്. അദ്ദേഹത്തിന് നടുവേദനയാണെന്ന് പറഞ്ഞ് കോടതി ജാമ്യം അനുവദിച്ചു. പക്ഷേ നടുവേദനയുള്ള ശരത് നായിഡുവിന് ജാമ്യം ലഭിക്കും, അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കാൻ പാടില്ല എന്നൊരു തീരുമാനം എവിടെ ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഇതിനെ രാഷ്ട്രീയമായി കാണരുതെന്നാണ് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു പറയുന്നത്. അല്ല, രാഷ്ട്രീയമായിട്ട് കാണരുത് എന്നൊക്കെ ഉല്ലാസ് ബാബുവിന് പറയാം. അതിനേക്കാളും പ്രത്യേകത അജിംസ് ഇവിടെ പറഞ്ഞത് ശരത് റെഡ്ഡിയും ഒരു രാഘവ് റെഡ്ഡിയുമാണ് രണ്ട് മാപ്പുസാക്ഷികൾ. അവരുടെ മാപ്പുസാക്ഷികളുടെ മൊഴി അടിസ്ഥാനത്തിലാണ് അരവിന്ദ് കെജ്രിവാളിനെ പ്രതിയാക്കുന്നത്. ഇന്നലെ ഡൽഹിയിലെ വിചാരണ കോടതിയുടെ ഒബ്സർവേഷൻ, നിരീക്ഷണം, ആ ജഡ്ജ്മെന്റ്, ഇതിനകത്ത് ശ്രീ ഉല്ലാസ് ബാബു ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത്, അങ്ങ് പറയുന്നത് ഇത് നീതിന്യായ വ്യവസ്ഥയുടെ വലിയ കാര്യമാണെന്നൊക്കെ പറഞ്ഞു പോയതിനകത്തൊരു ചെറിയ പ്രശ്നമുള്ളത്. അങ്ങ് തന്നെ പറഞ്ഞൊരു വാചകമുണ്ട്, അതായത് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു സാഹചര്യവും സാധ്യതയുമാണ് ഇന്ന് സംഭവിച്ചതെന്ന്. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ വിചാരണ കോടതിയുടെ ജഡ്ജ്മെന്റ്, അതായത് അദ്ദേഹത്തെ ജയിൽ മോചിതരാക്കാനുള്ള ജഡ്ജ്മെന്റ്, അതിന്റെ കോപ്പി പോലും ലഭിക്കാതെയാണ് രാവിലെ ഉല്ലാസ്, ഞാൻ പറയുന്നത് ഇടയ്ക്ക് കയറല്ലേ പ്ലീസ്, ഈ ജഡ്ജ്മെന്റിന്റെ കോപ്പി പോലും ലഭിക്കാതെയാണ് ഹൈക്കോടതിയിലേക്ക് ഇന്ന് പോയിട്ടുള്ളത്. അതവിടെ നിൽക്കട്ടെ, അതിന്റെ സാധ്യതകൾ എത്രത്തോളമാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്നലെ നടത്തിയ വിചാരണ കോടതിയുടെ ഒബ്സർവേഷനകത്ത് പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, 6 കാര്യങ്ങൾ. ഒന്ന്, ED ഫെയിൽ ടു ഷോ മണി ട്രെയിൽ, അതാണ് ഒന്നാമത്തെ കാര്യം. അത് ആ ജഡ്ജ്മെന്റ് കോപ്പി ഉല്ലാസ് ബാബു വായിച്ചിട്ടുണ്ടോ എനിക്കറിയത്തില്ല. 2, ED ഫെയിൽ ടു ഷോ കണക്ഷൻ ടു ഗോവ ഇലക്ഷൻ, അതാണ് അജിംസ് ഇവിടെ സൂചിപ്പിച്ചത്. 100 കോടി രൂപ കിട്ടി, 40 കോടി ഗോവ ഇലക്ഷനിൽ പോയി, ബാക്കി 60 കോടി എന്ത് ചെയ്യും? അപ്പോൾ അത് ഞങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങളിങ്ങനെ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുവരെ ഇനി ജയിലിൽ കിടക്കണമെന്നാണ് കോടതി ചോദിച്ചത്. മറ്റൊന്ന്, ED failed to work with bias. ED failed to connection Kejriwal to any process of crime. ED failed to timely investigation in matter. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ED failed to show connection with വിജയ് നായർ. വിജയ് നായർ എന്ന് പറയുന്ന ആളുടെ മൊഴിയൊക്കെ ഇദ്ദേഹത്തിന് വിജയ് നായരെ ഉപയോഗിച്ച് പണം വാങ്ങിച്ചു എന്നൊക്കെയാണ് കേസ്. പോട്ടെ, ഇവിടെ എന്താ സാഹചര്യം എന്നറിയാമോ? അതായത് ഞാൻ മനസ്സിലാക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ വന്നതുകൊണ്ട്, ഇലക്ഷന് മുമ്പ് വന്നതിന്റെ പ്രത്യാഘാതങ്ങളും അതുപോലെ അതുമായി ബന്ധപ്പെട്ട സാമൂഹ്യ സാഹചര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്.
ഡൽഹിയിൽ 7 സീറ്റിൽ തോറ്റു, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം തോറ്റു എന്നുള്ളത് വസ്തുതയാണ്. ആ വസ്തുത അംഗീകരിക്കണമല്ലോ. ഒരു സമൂഹത്തിൽ വർക്ക് ചെയ്യുന്ന, രാഷ്ട്രീയത്തിൽ വർക്ക് ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ അതിനെ അംഗീകരിക്കുന്നു. പൂർണ്ണമായും ജനവിധിയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അദ്ദേഹം വന്നിട്ട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആരോപണത്തിന് BJPക്ക് കൗണ്ടർ ചെയ്യാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളത് ഈ സമീപകാലത്ത് നടക്കുന്ന ചില സംഭവങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാൻ സാധിക്കും. എന്തായിരുന്നു സംഭവം? 75 വയസ്സ് പ്രായപരിധിയുമായി ബന്ധപ്പെട്ട് കേജ്രിവാളിന്റെ കമന്റ്, കേജ്രിവാൾ ഇട്ട ആ ഷൂട്ട്, അത് നെറുകയിൽ കൊണ്ടു, തിരുനെറ്റിക്ക് കൊണ്ടു. ആ നെറ്റി കൊണ്ടതുകൊണ്ടാണ് കേജ്രിവാൾ ജയിലിൽ പോകുന്നതിന് മുമ്പ് കേജ്രിവാൾ പറയുന്ന ഏത് സ്റ്റേറ്റ്മെന്റിനും ഏതെങ്കിലും ഡൽഹിയിലെ ലോക്കൽ BJP നേതാക്കന്മാരെ വെച്ച് അഡ്രസ്സ് ചെയ്തിരുന്ന BJP എന്ന് പറയുന്ന പാർട്ടി കേജ്രിവാൾ വന്ന് അദ്ദേഹത്തിന്റെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോയതിനു ശേഷമുള്ള ആദ്യത്തെ പ്രചരണ യോഗത്തിൽ ഇത്തവണത്തെ പ്രധാനമന്ത്രിയുടെ വോട്ട് പിടിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിക്ക് വേണ്ടിയല്ല എന്നും അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നും 75 വയസ്സ് പ്രായമാകുന്ന നരേന്ദ്രമോദി റിട്ടയർ ചെയ്യുമെന്നും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു യുപിയിലായിരുന്നു ഏറ്റവും കൂടുതൽ സീറ്റ്. ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം കൂടെ ഇലക്ഷൻ സർവേ നടത്തിയിട്ട് എന്താ, യുപിയിൽ തൂത്തുവാരുമെന്ന് പറഞ്ഞു. അവിടെ തൂത്തുവാരാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന മോദി യോഗി പ്രശ്നമായിരുന്നു. ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ SP അടക്കമുള്ള കോൺഗ്രസ് അടക്കമുള്ള സാധ്യതകൾ അവിടെ വന്നു. അവിടെ എന്തായിരുന്നു ഇവിടെ പ്രശ്നം? അതുവരെ അവർക്ക് ഈ ഒരു ഇലക്ഷൻ സർവേയിലും അല്ലെങ്കിൽ BJPയുടെ ഒരു ആഭ്യന്തര സർവേയിലും യുപിയിൽ ഇത്രത്തോളം താഴെ പോകുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ എന്താ സംഭവിച്ചത്? യോഗി ആദിത്യനാഥിന്റെ അനിഷ്ടം ഏറ്റുവാങ്ങേണ്ട, അപ്രീതി ഏറ്റുവാങ്ങേണ്ട സാഹചര്യം നരേന്ദ്രമോദിക്ക് വന്നു. അവിടെ ഞാൻ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയുണ്ട്, അല്ലെങ്കിൽ മറ്റു ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നത്, ഇപ്പൊ ഇന്ത്യ സഖ്യത്തിന് വലിയ രീതിയിൽ തേരോട്ടം വഹിച്ച, അതിന് നായകത്വം വഹിച്ച ഒരു മനുഷ്യനാണ് അരവിന്ദ് കേജ്രിവാൾ. പക്ഷേ ഇലക്ഷന് ശേഷം ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിക്ക് സീറ്റ് കുറഞ്ഞതുകൊണ്ടായിരിക്കും അരവിന്ദ് കേജ്രിവാളിന്റെയും ആം ആദ്മിയുടെയും പങ്ക് മാധ്യമങ്ങൾ പോലും മറച്ചുവെക്കുന്ന സാധ്യതയുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ജനാധിപത്യം നിരീക്ഷിക്കുന്ന, ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് അരവിന്ദ് കേജ്രിവാൾ അറസ്റ്റിന് മുമ്പും അതിനുശേഷവും എങ്ങനെ വർക്ക് ചെയ്തുവെന്നും അത് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ, ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങൾ, ധ്രുവരാത്രിയെ പോലെയുള്ള യൂട്യൂബർ വീഡിയോസ് അടക്കമുള്ളവർ പറഞ്ഞു വെച്ച കാര്യങ്ങൾ അരവിന്ദ് കേജ്രിവാൾ അറസ്റ്റുമായി ബന്ധപ്പെട്ടായിരുന്നു. അരവിന്ദ് കേജ്രിവാളിന്റെ അറസ്റ്റും നിയമവിരുദ്ധമായ അറസ്റ്റും അദ്ദേഹത്തെ പീഡിപ്പിച്ചതും അദ്ദേഹത്തെ ഇൻസുലിൻ പോലും കൊടുക്കാതെ കൊല്ലാൻ ശ്രമിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതും അതിനുശേഷം അദ്ദേഹത്തെ ഇവര് പോലും സ്വപ്നം കാണാത്ത, നമുക്കറിയാലോ 50 ദിവസം ജയിലിൽ കിടന്നപ്പോ അജിംസ, ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു, നമ്മൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ, ഇന്ത്യയിലെ ഏതെങ്കിലും രാഷ്ട്രീയ നിരീക്ഷകർ, പത്രമാധ്യമ പ്രവർത്തകർ വിചാരിച്ചിട്ടുണ്ടോ അരവിന്ദ് കേജ്രിവാൾ 50-ാം ദിവസം അവിടെ നിന്ന് ഇറങ്ങി ഇലക്ഷന് തൊട്ട് തലേ ദിവസം ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം BJPക്കെതിരെ ഇലക്ഷൻ പ്രചരണം നയിക്കുമെന്ന് ഞാനോ നിങ്ങളോ വിചാരിച്ചിട്ടില്ല. മനു അഭിഷേക് സിംഗ് വിചാരിച്ചിട്ടില്ല. ജാമ്യാപേക്ഷ എന്ന് പറയുന്ന ഒരു അപേക്ഷ ഇല്ലാത്തതിന്റെ പേരിൽ, നമുക്കറിയാം ഉല്ലാസ് ബാബു അഡ്വക്കേറ്റ് ആണ്, ഒരു ജാമ്യാപേക്ഷ കോടതിയിൽ ഫയൽ ചെയ്താൽ എത്ര തവണ ഹിയറിംഗിന് മാറ്റും, എത്ര തവണ പോസ്റ്റിംഗ് ഉണ്ടോ, റിപ്പോർട്ട് വരട്ടെ, അല്ലെങ്കിൽ പ്രോസിക്യൂട്ടറെ കേൾക്കട്ടെ, ഇങ്ങനെയൊക്കെയല്ലേ ജാമ്യാപേക്ഷ നീണ്ടു പോകുന്നത്. പക്ഷേ ഈ സാഹചര്യത്തിൽ ഒരു ജാമ്യാപേക്ഷ പോലും ഇല്ലാതെ, അതായത് കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ പരിഗണിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ സുപ്രീം കോടതി ചരിത്രത്തിൽ ആദ്യമായി സ്വമേധയാ ജാമ്യാപേക്ഷ പരിഗണിച്ച ആ മനുഷ്യനെ പുറത്തുവിട്ടു. അദ്ദേഹം പുറത്തു വന്നതിന് ശേഷമുള്ള രാഷ്ട്രീയ കാറ്റിന്റെ ആ ഗതിവേഗം നിർണ്ണയിക്കപ്പെട്ടു. അതിന്റെ ഭാഗമായിട്ടാണ് ഇനി നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുന്റെയും, ഞങ്ങളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ, കൊല്ലത്തെ ഞങ്ങളുടെ കൊളോക്കിയൽ ഭാഷയിൽ പറഞ്ഞാൽ, അവരുടെ കഷത്തിന്റെ ഇടയ്ക്ക് കൊണ്ട് നരേന്ദ്രമോദിക്ക് തല വെക്കേണ്ടി വന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഇലക്ഷൻ റിസൾട്ടുമായി ബന്ധപ്പെട്ട്, അരവിന്ദ് കേജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട്, ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റം ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയാണുള്ളത്. എഴുതി വെച്ചോളൂ. ഇവരെന്തിനാ പേടിക്കുന്നറിയാമോ? ഒറ്റ കാര്യോട് ഞാൻ പറഞ്ഞുതരാം. എന്തിനാണ് ഇവർ അരവിന്ദ് കേജ്രിവാളിനെ വീണ്ടും ഇറക്കാതെ പേടിക്കുന്നറിയാമോ? കേജ്രിവാൾ ഒരു ബുദ്ധിമാനായ രാഷ്ട്രീയക്കാരനാണ്, ചടുലമായ നീക്കമുള്ള മനുഷ്യനാണ്. നിതീഷ് കുമാറുമായും ചന്ദ്രബാബു നായിഡുമായും നല്ല ഐക്യം സൂക്ഷിക്കുന്ന ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാവാണ് അരവിന്ദ് കേജ്രിവാൾ. അദ്ദേഹം പുറത്തിറങ്ങിയാൽ ചർച്ചകൾ ഉണ്ടാവും, സമവായ സംവിധാനങ്ങൾ ഉണ്ടാവും. ആടി നിൽക്കുന്ന കപ്പലാണ് NDA സഖ്യം. ഒരു സംശയവും വേണ്ട, ഇത് അധികം നാൾ മുമ്പോട്ട് പോകത്തില്ല. അവിടെ നിന്ന് ഇന്ത്യ സഖ്യം ഒരു വലിയ രീതിയിൽ ഇന്ത്യയിൽ ഗവൺമെന്റ് രൂപീകരിക്കുന്ന സാഹചര്യം ഉണ്ടാവും. ആ സാഹചര്യം ഉണ്ടായാൽ ഇവരുടെ ഇലക്ട്രൽ ബോണ്ട് അടക്കം, ഇവരുടെ പല കേസുകളടക്കം, ഇന്ത്യക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റതടക്കം, അദാനിക്കും അംബാനിക്കും ഇന്ത്യയെ തീരെഴുതിയടക്കമുള്ള കേസുകൾ അന്വേഷിക്കപ്പെടും. അതിന്റെ പരവേശമാണ്. അതുകൊണ്ടാണ് ഈ കേജ്രിവാളിനെ എങ്ങനെങ്കിലും പൂട്ടണം. ഒരു സ്വാഭാവിക കേസല്ലേ? എന്തിനാണ് ED ഇത്രയും പ്രയാസപ്പെടുന്നത്? അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു, റോസ് അവന്യൂ കോടതി ജാമ്യം കൊടുത്തു. ജാമ്യത്തിൽ പുറത്തോട്ട് വിചാരിച്ച പോലെ രാവിലെ എഴുന്നേൽക്കുന്നതിന് മുമ്പ്, പല്ല് തേക്കുന്നതിന് മുമ്പ് ED-കാരൻ പോയി ഹൈക്കോടതി നിൽക്കുകയാണ്, ക്യൂവിൽ നിൽക്കുകയാണ്, കേജ്രിവാളിനെ പുറത്തു വിടരുത്. ഞങ്ങൾക്ക് ഒരു പ്രയാസവും ഇല്ല, ഒരു വിഷമവും ഇല്ല. കേജ്രിവാൾ പോകുന്നതിന് മുമ്പ് എത്ര കാലം ഇവർ എന്നെ വേട്ടയാടുമെന്ന്, എത്ര കാലം ജയിലിലിടുമെന്ന് എനിക്ക് അറിയത്തില്ല, നിങ്ങൾ എനിക്ക്
വേണ്ടി പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞു. ഇവരുടെ രണ്ടാമത്തെ പ്രശ്നം എന്തായിരുന്നു? അവിടുത്തെ ഭരണകരമായ പ്രശ്നം. അതിഷിയെ ചുമതലയേൽപ്പിച്ചു, സന്ദീപ് പഥക്കിനെ സംഘടനാ സംവിധാനം ഏൽപ്പിച്ചു. പാർട്ടിക്ക് ഒരു പ്രശ്നവുമില്ല. കേജ്രിവാളിന് ഇനി ഇവർ 100 അല്ല 150 ദിവസം ഇട്ടാലും ഒരു പ്രശ്നവുമില്ല. പക്ഷേ കേജ്രിവാൾ ഇറങ്ങുന്നതിനെ അവർ ഭയപ്പെടുന്നു. അതിന്റെ കാരണം അദ്ദേഹം വീണ്ടും വന്നാൽ, അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് പുതിയ ഗതിവേഗം ഉണ്ടാകും, പുതിയ ദിശാബോധം ഉണ്ടാകും, ആ സഖ്യത്തെ രൂപപ്പെടുത്തും, അതിനെ ഗംഭീരം മുമ്പോട്ട് കൊണ്ടുപോകും. ഈ കൂട്ടുമുന്നണി, അതായത് നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ നയിക്കുന്ന, അമിത്ഷാ എന്ന് പറയുന്ന മനുഷ്യൻ ഒതുങ്ങിപ്പോയ ഈ മുന്നണി സംവിധാനം തകരും. ആ ഭയമാണ് കേജ്രിവാളിനുള്ളത്. ഒരു സംശയവും അതിനകത്തില്ല. ശരി, ഡോക്ടർ ജിൻഡോ ജോൺ, ഇവിടെ ഒരു സൂപ്പർ സീഡിംഗ് ലോ ഞാൻ വരാം ഉല്ലാസ് ബാബു. ജിൻഡോ, ഇവിടെ ഒരു ഡ്രാക്കോണിയൻ ലോ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന PMLA അത്തരം കേസുകൾ കോടതിയിൽ വരുമ്പോൾ തെളിവുകളോ മൊഴികളോ ഒന്നും കോടതിക്ക് നോക്കേണ്ടതില്ല. ഒരാളകത്ത് ഇടാനാണ് EDയുടെ ഉദ്ദേശമെങ്കിൽ അയാൾ അകത്ത് തന്നെ കിടക്കും, ജാമ്യമില്ല. അത് ട്രയൽ തുടങ്ങുമ്പോൾ തുടങ്ങി. പിന്നെ EDയുടെ ഒരു പ്രത്യേകത, EDയുടെ കൺവിക്ഷൻ റേറ്റും നമുക്കറിയാം വളരെ കുറവാണ്. അപ്പോൾ ഒരാളെ നിയമപരമായി തന്നെ കുറേ നാൾ ജയിലിൽ പാർപ്പിക്കാനുള്ള ഒരു മാർഗമായി PMLA മാറിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഈ റൌസ് അവന്യൂ കോടതി ഇന്നലെ പുറപ്പെടുവിച്ച വിധിയിൽ ചില ചോദ്യങ്ങൾ EDയോട് ചോദിക്കുകയാണ്. അത് ഇതുവരെ കോടതിയിൽ കേട്ടിട്ടില്ല. ഇതൊരു മാറ്റത്തിൻ്റെ സൂചനയാണോ? അല്ല, ഇതിലുള്ള കാര്യം എന്താ പറയുക ജിംസെ, നമ്മളുടെ ഇതിനൊക്കെ നമ്മൾ മാറ്റി നിർത്തി ആലോചിച്ചാലും നമ്മുടെ രാജ്യത്ത് വലിയ രീതിയിൽ RSSന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ട്. കാരണം RSSൻ്റെ പ്രവർത്തകരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളോ നമ്മുടെ ജുഡീഷ്യറി മുതൽ നമ്മുടെ പത്രമാധ്യമ സ്ഥാപനങ്ങളിൽ, നമ്മുടെ മുഴുവൻ സംവിധാനങ്ങളിലും, നമ്മുടെ ഈ രാജ്യത്തെ മുഴുവൻ സംവിധാനങ്ങളിലും കൃത്യമായിട്ട് അവരുടെ ഒരു ഷാഡോ നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ മൂന്നാമത് മോദി സർക്കാർ അധികാരത്തിലേക്ക് വന്നു എന്ന് ഉല്ലാസ് ബാബു ഇവിടെ അഭിമാനത്തോടെ പറയുമ്പോൾ മോദി സർക്കാരിൻ്റെ എന്നല്ല പറയുന്നത്, അത് NDA സർക്കാരാണ്. NDA സർക്കാർ എന്ന് മോദി പോലും പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. ഇവർ ജയിച്ചു എന്ന് ഇവർ അവകാശപ്പെടുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും പത്രസമ്മേളനം വിളിച്ച് പത്രക്കാരോട് സംവദിച്ചതിന് ശേഷം മോദി അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരെയും അദ്ദേഹത്തിൻ്റെ മുന്നണിയിലുള്ള പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹമാണ് NDA സർക്കാർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ സർക്കാർ ഇപ്പോൾ ആം ആദ്മിയുടെ പ്രതിനിധി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള ചടുല നീക്കങ്ങൾക്ക് ശേഷിയുള്ള നേതാക്കന്മാരൊക്കെ ജയിലിനകത്ത് കിടക്കണമെന്ന് കൃത്യമായിട്ട് മോദി ആഗ്രഹിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ അടക്കം, ED അടക്കമുള്ള CBI അടക്കമുള്ള സെൻട്രൽ ഏജൻസികളും ഭരണഘടനാ സ്ഥാപനങ്ങളുമൊക്കെ കൃത്യമായിട്ട് മോദിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ BJPക്ക് വേണ്ടിയിട്ട് വിടുപടി ചെയ്തതിൻ്റെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ അജിംസ് തന്നെ സൂചിപ്പിച്ചു, കൺവിക്ഷൻ റേറ്റ് 0.5 ആണ് ഇവരുടെ കൺവിക്ഷൻ റേറ്റ് ED എടുക്കുന്ന കേസുകളിൽ. അതായത് ഇവരൊരു 100 കേസ് എടുത്താൽ 50 കേസ് പോലും ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ എടുക്കുന്ന കേസുകളിൽ ഇവര് ചാർജ് ചെയ്യുന്നു, അതെല്ലാം തെളിയിക്കേണ്ട. 100 കേസ് എടുത്താൽ അര കൺവിക്ഷൻ റേറ്റ് ഇല്ല, 0.5. 50 പേരിലും കൺവിക്ഷൻ റേറ്റ് ഉണ്ടെങ്കിൽ അത് നല്ല നിയമവും നല്ല ഏജൻസിയുമാണ്. 100ൽ 50 അല്ല അതെ 100ൽ അര കേസ്, അതായത് 200 കേസ് എടുത്താൽ അതിൽ ഒരു കേസാണ് തെളിയിക്കപ്പെടുക അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടാൻ സാഹചര്യം ഉണ്ടാകുന്നത്. ഇതിന്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ BJPയുടെ നേതാക്കന്മാർ എപ്പോഴും പറയുന്ന ഒരു വാചകമാണ്. അത് ഞാൻ എടുത്തു പറഞ്ഞാൽ 2014 ശേഷം ED എടുക്കുന്ന കേസുകളുടെ എണ്ണം 400 ഇരട്ടിയായിട്ട് വർദ്ധിക്കുകയാണ്. EDയുടെ റെയ്ഡിന്റെ പെർസെൻറ്റേജ് 2555% ED റെയ്ഡുകളുടെ എണ്ണം കൂടുന്നു. അതിന്റെ ഉദ്ദേശം എന്താ? ഇനി ഈ എടുക്കുന്ന കേസുകളിൽ തന്നെ 121 കേസെടുത്തതിൽ 115 കേസിലും പ്രതിപക്ഷ നേതാക്കന്മാരാണ് പ്രതി ചേർക്കപ്പെടുന്നത്, രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. അപ്പോൾ ഇത് കൃത്യമായിട്ട് പ്രതിപക്ഷ നേതൃനിരയിൽ നിൽക്കുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വശംവദരാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ഒരു ഏജൻസിയായിട്ട് ED ഉൾപ്പെടെയുള്ള സെൻട്രൽ അന്വേഷണ ഏജൻസികളൊക്കെ മാറി. അതിലൊരു തർക്കം ആർക്കും വേണ്ട. ഇപ്പോൾ BJPയുടെ തന്നെ നേതാക്കന്മാർ കാലങ്ങളായിട്ട് കുറ്റം പറയുന്ന കുറെ ആളുകളുണ്ടായിരുന്നു. ഹിമന്ത ബിശ്വ ശർമ്മ, അല്ലെങ്കിൽ സുവേന്ദു അധികാരി, ഛഗൻ ഭുജ്പൽ, നാരായണൻ റാണ, അശോക് ചവാൻ, ദിഗംബർ കാമത്ത്, അജിത് പവാർ, അമരീന്ദർ സിംഗ്, പേമ ഖണ്ഡു, പ്രഫുൽ പട്ടേൽ, ഭാവന കാവലി, ഹസൻ മുബാറക്, ജ്യോതിരാദിത്യ സിന്ധ്യ, മുകുൾ റോയി, ഇങ്ങനെ നിരവധി നേതാക്കന്മാർ പ്രതിപക്ഷ നേതൃനിരയിൽ നിൽക്കുമ്പോൾ അവർക്കെതിരെ നിരന്തരം ആക്ഷേപം ചൊരിയുകയും അവർക്കെതിരെ BJPയുടെ നേതൃത്വത്തിൽ സമരങ്ങൾ നടത്തുകയും ED കേസെടുക്കുകയും റെയ്ഡ് നടത്തുകയും വരട്ടുകയും വീട്ടിൽ കിടന്നുറങ്ങാൻ സമ്മതിക്കാതിരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അവർ പാർട്ടി മാറി BJPയിലേക്കോ BJPയുടെ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികളിലേക്കോ ചേക്കേറിയാൽ അന്ന് മുതൽ അവർ വെളുപ്പിക്കപ്പെടുന്ന സാഹചര്യം
സാഹചര്യമുണ്ട്. ഇതെങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 400 ഇരട്ടിയായിട്ട് കേസുകളുടെ എണ്ണം കൂടുകയും 2555 ഇരട്ടിയായിട്ട് റെയ്ഡുകളുടെ എണ്ണം കൂടുകയും ചെയ്യുമ്പോൾ BJPക്കെതിരെ, നരേന്ദ്രമോദിക്കെതിരെ ശബ്ദിക്കുന്ന ആളുകൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ് ED പണിയെടുക്കുന്നത്. ഇവിടെ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉള്ള ആരോപണം എന്താ? കള്ളപ്പണം. ഇവിടെ അഴിമതി നടന്നിട്ടുണ്ടെന്നുള്ള വിഷയത്തിലൊന്നും ഇവിടെ അന്വേഷണം വേണ്ടെന്ന് ആരും പറയുന്നില്ല. അന്വേഷണം നടക്കട്ടെ. ഈ അഴിമതി ആരോപണങ്ങളിൽ, അഴിമതി കേസുകളിൽ അന്വേഷണം നടത്തേണ്ടത് CBI ആണ്. ED ഉൾപ്പെടെയുള്ള ഏജൻസികൾ കേസ് അന്വേഷിക്കാൻ ഏറ്റെടുക്കുമ്പോൾ അവർ PMLA ആക്ട് അനുസരിച്ചിട്ട് കേസ് എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതി ചേർക്കപ്പെടുന്ന ആളുകൾക്ക് നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഈ രാജ്യത്ത്. ആ നീതി നിഷേധത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ കോടതികളും ഇവിടുത്തെ ഭരണഘടനാ സംവിധാനങ്ങളും ഒക്കെ നോക്കുകുത്തിയായി നിൽക്കുന്ന സാഹചര്യം നമ്മൾ പല വട്ടം കണ്ടിട്ടുള്ളതാണ്. പല സുപ്രീം കോടതി ജഡ്ജിമാരടക്കം റിട്ടയർഡ് ആകുമ്പോൾ ഒന്നിൽ ഗവർണർമാരോ കേന്ദ്ര ഗവൺമെന്റ് ശുപാർശയോടുകൂടി രാജ്യസഭ MP-മാരൊക്കെ ആയിട്ട് വന്നിരിക്കുമ്പോൾ നമ്മൾ അവർ മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ള, അതിനു മുമ്പ് നടത്തിയിട്ടുള്ള വിധി പ്രസ്താവങ്ങളിലേക്ക് വീണ്ടും ഒന്ന് കണ്ണോടിക്കുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ ലക്ഷ്യം നമുക്ക് മനസ്സിലാകുന്നത്. ഇതൊക്കെ ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്. ഈ രാജ്യത്ത് ഒരു സംവിധാനത്തെയും പൊതുജനങ്ങൾക്ക് നിഷ്പക്ഷമായിട്ട് വിശ്വസിക്കാവുന്ന സാഹചര്യം ഇല്ലാതാക്കിയതാണ് നരേന്ദ്രമോദി ഈ രാജ്യത്ത് നടപ്പാക്കിയ ഏറ്റവും വലിയ കിരാത രാഷ്ട്രീയ പ്രവർത്തനം. ജനാധിപത്യത്തെ തകർത്തു എന്ന് മാത്രമല്ല, ഇവിടുത്തെ മറ്റെല്ലാ സംവിധാനങ്ങളെയും തകർത്തു. ഭരണഘടനയ്ക്ക് ഒരു വിലയും കൊടുക്കുന്നില്ല. ഒരു മിനിമം മര്യാദ ഉണ്ടല്ലോ. ഒരു ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് ആ ഇലക്ഷൻ പ്രഖ്യാപനത്തിന്റെ ഘട്ടത്തിൽ ഒരു രാജ്യ തലസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ പിടിച്ച് അകത്തിടാൻ വേണ്ടി നോക്കുക. എപ്പോഴാ ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ കോടതിയിൽ കൃത്യമായിട്ട് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പലവട്ടം സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര ബാങ്കായിട്ടുള്ള SBI എഴഞ്ഞ് അത് കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യുമ്പോൾ മണിക്കൂറുകൾക്കകം കേജ്രിവാളിനെ പിടിച്ചകത്തിടുന്നു. 2 ലക്ഷ്യമായിരുന്നു. ഒന്ന്, ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല. 2, അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള നേതാക്കന്മാരുടെ ശബ്ദം തെരഞ്ഞെടുപ്പ് രംഗത്ത് കേൾക്കാൻ പാടില്ല. പക്ഷേ കോടതിക്ക് കൃത്യമായിട്ടുള്ള ഉന്നതമായ ജനാധിപത്യ ബോധം പുലർത്തുന്നത് കൊണ്ട് കോടതി ഇടക്കാലം ജാമ്യം അനുവദിച്ച് ഇലക്ഷൻ പ്രചരണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഡൽഹിയുടെ മുഖ്യമന്ത്രിക്ക് അനുവാദം കൊടുക്കുമ്പോൾ ആ കോടതി വിധി നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട്. ആ കോടതി വിധി പറയുന്നത് ഇലക്ഷൻ പ്രചരണത്തിന് പോവുക എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് എതിരഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശം ഈ രാജ്യത്തെ പ്രതികളായിക്കോട്ടെ, കുറ്റവാളികളായിക്കോട്ടെ, പ്രതി ചേർക്കപ്പെട്ടവരായിക്കോട്ടെ, അവർക്കൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് കൃത്യമായിട്ട് ആ കോടതി പറഞ്ഞത്. ഇവിടെ ജാമ്യം അനുവദിച്ചതിന് ശേഷം ആ ജാമ്യം തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തോരം പ്രയാസപ്പെട്ട ED ഉൾപ്പെടെ ഏജൻസികൾ, EDയുടെ വക്കീലൊക്കെ പ്രയാസപ്പെടുന്നത്. ഞാൻ ചോദിക്കുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞ ഹിമന്ത ബിശ്വ ശർമ്മ, പേമ ഖണ്ഡു, അല്ലെങ്കിൽ ഛഗൻ ഭുജ്പൽ, അജിത് പവാർ, ഇങ്ങനെയുള്ള നേതാക്കന്മാർക്കൊക്കെ എതിരെ അവർ പ്രതിപക്ഷ നേതൃത്വത്തിലും കോൺഗ്രസിലും മറ്റു പാർട്ടികളിൽ നിന്നപ്പോൾ ആരോപണങ്ങളും കേസുകളും ഉണ്ടായിരുന്നു. ആ കേസുകളിൽ തുടർ അന്വേഷണം നടത്തിയിട്ട് ആ കേസുകളുടെ അന്വേഷണത്തിന്റെ നടപടിക്രമങ്ങൾ എവിടെ വരെ എത്തിയെന്ന് പറയാൻ ഈ ചർച്ചയിലിരിക്കുന്ന BJPയുടെ പ്രതിനിധിക്ക് പറ്റുമോ? അല്ലെങ്കിൽ EDയുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. കാരണം ഇതൊക്കെ അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള ആളുകളെ നിശബ്ദരാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരുന്നു. പക്ഷെ അതൊന്നും വിലപ്പോയില്ല. ഡൽഹിയിലും പഞ്ചാബിലും ജയിച്ചോ എന്നുള്ളതിനേക്കാൾ അപ്പുറം ഈ രാജ്യത്താകമാനം ഇത്തരം വിഷയങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കിയതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ മുന്നണിക്ക് അതിശക്തമായിട്ടുള്ള വേരോട്ടം ഉണ്ടാകുകയും തേരോട്ടം നടക്കുകയും നരേന്ദ്രമോദിയുടെ BJPയുടെ കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് അവർ താഴോട്ട് വരികയും NDAയുടെ വോട്ടെണ്ണം കുറയുകയും ചന്ദ്രബാബു നായിഡുവിന്റെ, നിതീഷ് കുമാറിന്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ കക്ഷത്തിൽ കൊണ്ടുപോയി തലവെച്ച് കൊടുക്കേണ്ട ഗതികേടിലേക്ക് BJP പോയത് ഇത്തരം ശ്രമങ്ങൾ കൃത്യമായിട്ട് തുറന്നു തീർത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ, ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ, പ്രചരണങ്ങൾ ജനങ്ങൾ വിശ്വസിച്ചു എന്നുള്ളതിന്റെ തെളിവാണ്. ശരി, ആനന്ദ് കൊച്ചുകൂടി, ഇവിടെ ആനന്ദ് തന്നെ മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, രാഹുലിനെ വേണ്ട, പക്ഷെ കെജ്രിവാളിനെ എന്തുകൊണ്ട് വേട്ടയാടുന്നു? ഇതൊരു രാഷ്ട്രീയ വേട്ടയാടലാണെങ്കിൽ അതെന്തുകൊണ്ടാകാം? അല്ല, കേജ്രിവാൾ, മോദിക്ക് അദ്ദേഹത്തെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് നരേന്ദ്രമോദി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വേണ്ടിയുള്ള സ്ഥാനാർത്ഥിയായത്? അത് വളരെ അദ്ദേഹം കളിച്ച ഒരു കളിയാണ്. 2002 ഈ അദ്ദേഹത്തിൻ്റെ ഒരു മോശം ഇമേജ് ഉണ്ടല്ലോ, അദ്ദേഹം അവിടെ കലാപ സമയത്ത് അദ്ദേഹം ഒന്നെങ്കിൽ വീണ വായിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹം ഉൾപ്പെടെ അതിൽ അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം, ആ ഒരു വിഷയം ഒക്കെ കഴിഞ്ഞ് അദ്ദേഹം ഒരു വികാസ് പുരുഷനായി മാറുന്ന, ഗുജറാത്തിൽ ഭയങ്കര തേനും പാലും ഒഴുകുന്ന ഒരു സംസ്ഥാനമാണ് എന്ന തരത്തിൽ വലിയ പ്രൊപ്പഗാൻഡ ക്യാമ്പയിൻ അമിതാഭ് ബച്ചനെയൊക്കെ വെച്ച് ഗുജറാത്തിൽ ഒന്ന് വരൂ എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രൊപ്പഗാൻഡ നടത്തി അദ്ദേഹം 2009 അഡ്വാനിയുടെ നേതൃത്വത്തിൽ BJP പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹം ഓരോ ചുവടുകൾ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷൻ ഒന്ന് കൃത്യമായിട്ട് അത് നടത്തിയെടുക്കാൻ. അപ്പോൾ ആ ഒരു കാര്യം അദ്ദേഹം അരവിന്ദ് കെജ്രിവാളിൽ കാണുന്നു. രാഹുൽ ഗാന്ധിക്ക് ആ ഒരു ഹങ്കർ, ആ ഒരു പാഷൻ, ആ ഒരു തീവ്രമായിട്ടുള്ള പ്രധാനമന്ത്രി ആകാനുള്ള ആഗ്രഹം, ഇപ്പോൾ തന്നെ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ആകണം എന്ന് കോൺഗ്രസിൻ്റെ നേതാക്കൾ അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും
അദ്ദേഹത്തിന് മനസ്സ് തുറന്നിട്ടില്ല. രാഹുൽ ഗാന്ധി ഇപ്പോൾ പോലും പ്രതിപക്ഷ നേതാവാകണം എന്ന് പോലും പൂർണ്ണമായി ഒരു താല്പര്യമില്ലാത്ത ഒരു മനുഷ്യൻ. അദ്ദേഹവുമായിട്ട് നമ്മൾ കേജ്രിവാളിനെ താരതമ്യം ചെയ്യുകയാണെങ്കിൽ കേജ്രിവാളിന് അത് അടങ്ങാത്ത ആഗ്രഹമുള്ള പ്രധാനമന്ത്രി ആകാനുള്ള കെൽപ്പുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ആകെ ഇല്ലാത്തത് എന്താണെന്ന് വെച്ചാൽ പാർട്ടിക്ക് ഇന്ത്യ മുഴുവൻ എത്താനുള്ള സംഘടനയില്ല. പക്ഷെ അപ്പോഴും ഈ കോൺഗ്രസും ബി ജെ പിയും കഴിഞ്ഞാൽ ഏത് പാർട്ടിയാണോ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് ചുവട് മാറാൻ ഏറ്റവും പറ്റുന്നത്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ആം ആദ്മി പാർട്ടി തന്നെയാണ്. കാരണം ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഒക്കെ 2-3 സംസ്ഥാനങ്ങളിൽ അവരെ പരീക്ഷിച്ചെങ്കിലും അവർക്ക് ഗോവയിലൊക്കെ പോയിട്ട് വളരെ മോശം അവസ്ഥയാണ് ഉണ്ടായത്. എന്നാൽ ആം ആദ്മി പാർട്ടി എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവർക്ക് കൃത്യമായിട്ടൊരു പ്രത്യയശാസ്ത്രമില്ല. അവർ ഏത് സംസ്ഥാനത്ത് പോകുന്നോ ആ സംസ്ഥാനത്ത് എന്താണ് പ്രത്യയശാസ്ത്രം ചെലവാകുന്നത് എന്ന് കണ്ടുപിടിച്ച് ആ സംസ്ഥാനത്ത് ചെലവാകുന്ന പ്രത്യയശാസ്ത്രം അവിടെ ഉപയോഗിക്കുക. ഗുജറാത്തിൽ അവർ മൃദു ഹിന്ദുത്വം അല്ലെങ്കിൽ കുറച്ചുകൂടി തീവ്രമായിട്ടുള്ള ഒരു ഹിന്ദു സെൻട്രിക് ആയിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രം ഉപയോഗിക്കും. ഡൽഹിയിൽ തന്നെ അവർക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാർ ബി ജെ പിക്ക് അവർക്ക് മാറി മാറി വോട്ട് ചെയ്യും. പഞ്ചാബിലാണെങ്കിൽ വേറൊരു തരത്തിലാണ് അവർ ഡൽഹിയിലേക്കാൾ ഉപരി അവർ അവിടെ കുറച്ചുകൂടി അവിടുത്തെ സിഖ് വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കാമെന്നാണ് അവർ അവിടെ ശ്രമിച്ചത്. അവർക്കതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ ഒരു പക്ഷേ കോൺഗ്രസ് ശോഷിച്ചാൽ ആ സ്ഥാനത്ത് വരുന്നത് ആം ആദ്മി പാർട്ടി പോലെ ഒരു പാർട്ടി തന്നെയായിരിക്കും. ഇപ്പം കേരളത്തിൽ തന്നെ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈഴവ വോട്ടുകൾ സ്വിച്ചിട്ട പോലെ കോൺഗ്രസിൽ ഈ CPM-ൽ നിന്ന് BJP-യിലേക്ക് പോകും എന്നൊരു ചർച്ചയിൽ പറഞ്ഞത് അജിംസിന് ഓർമ്മയുണ്ടാവും. കോഴിക്കോട് തന്നെ നിങ്ങളുടെ സ്റ്റുഡിയോയിൽ വെച്ച് പറഞ്ഞൊരു കാര്യമാണ്. അത് സംഭവിച്ചു. അതുപോലെ ഞാൻ വേണമെങ്കിൽ വേറൊരു കാര്യം പറയാം. അതായത് ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസ് പ്രതിപക്ഷമായിട്ട് പല സംസ്ഥാനങ്ങളിലുമുണ്ട്. ഗുജറാത്തിൽ ഇപ്പോൾ തന്നെ ആം ആദ്മി പാർട്ടി 5 സീറ്റുകൾ വാങ്ങിച്ച് അവരൊരു 13% ഷെയറുള്ള ഒരു പാർട്ടിയായി മാറി. അവിടെയൊക്കെ വേണമെങ്കിൽ കോൺഗ്രസിന് ഇനി തുടർച്ചയായിട്ട് പരാജയപ്പെട്ടുകൊണ്ടിരുന്നാൽ ആ ഒരു കോൺഗ്രസിൻ്റെ സ്ഥാനത്തേക്ക് വരാൻ ഏറ്റവും സാധ്യത ആം ആദ്മി പാർട്ടിക്കാണ്. കേരളത്തിൽ തന്നെ നാളെ ഇവിടെ ഈ BJP-ക്ക് പകരം അല്ലെങ്കിൽ CPM-ന് പകരം BJP വന്നാൽ പോലും കോൺഗ്രസിന് പകരം വരാൻ സാധ്യത ആം ആദ്മി പാർട്ടിയാണ്. അല്ലാതെ ഇവിടെ ഒരു BJP എന്നൊരു പാർട്ടിക്ക് ഒരിക്കലും ഇവിടെ ഒരു ഈ CPM-ന് കിട്ടിയ പോലെ ഒരു അപ്രമാദിത്വം ഒരിക്കലും സുരേഷ് ഗോപിയെ വെച്ച് കളിച്ചാൽ പോലും ഉണ്ടാക്കാൻ പറ്റില്ല. കേരളത്തിൽ പോലും ആം ആദ്മി പാർട്ടിക്ക് ഒരു സ്പേസ് ഉണ്ട്. പക്ഷേ അതിന് അടുത്ത തവണ UDF പരാജയപ്പെടണം. 2026-ൽ UDF പരാജയപ്പെട്ടാൽ കേരളത്തിൽ ആം ആദ്മി പാർട്ടിക്ക് പോലും കേരളത്തിൽ പോലും ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയെ, ആ പാർട്ടിയുടെ നേതാവിനെ ഇല്ലാതാക്കുക എന്നുള്ളത് BJP-ക്ക് ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു പദ്ധതിയാണ്. നരേന്ദ്രമോദിക്ക് ഇപ്പോൾ 75 വയസ്സെന്ന് കേൾക്കുന്നത് തന്നെ ചതുർത്ഥിയാണ്. അദ്ദേഹത്തിന് പറ്റാവുന്ന അത്ര കാലം, അതായത് 2029-ലും വീണ്ടും 5 ടേമൊക്കെ ഭരിക്കാനുള്ള ആഗ്രഹമുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അജയ്യത ഇപ്പോൾ ഇല്ലാതാകുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. അതായത് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പറ്റും എന്ന് പാർട്ടികൾ തെളിയിച്ചു കഴിഞ്ഞു. അത് രാഹുൽ ഗാന്ധിയുടെ മാത്രം കഴിവല്ല, എല്ലാവരും കൂടി ഒന്നിക്കുകയും ഈ ഇന്ത്യയിലെ ദളിത് വോട്ടർമാർ പ്രത്യേകിച്ചും പ്രതിപക്ഷത്തെ സഹായിക്കുകയും നരേന്ദ്രമോദിയുടെ തന്നെ ഓവർ കോൺഫിഡൻസ് ഇസ് ബാർ 400 പാർ എന്നൊക്കെ പറഞ്ഞ് 400 സീറ്റ് വാങ്ങിച്ച് ഭരണഘടന തിരുത്തും എന്ന് ഇന്ത്യയിലെ സാധാരണ പാവപ്പെട്ട മനുഷ്യർക്ക് തോന്നിയത് കൊണ്ട് കൂടിയാണ് ഇത്തവണ മോദിക്ക് ഇത്രയും മോശമൊരു റിസൾട്ട് ഉണ്ടായത്. പക്ഷെ അപ്പോഴും മോദിക്കറിയാം ഇനി മുന്നോട്ട് പോകുന്തോറും ഈ പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചാൽ അത് പ്രത്യേകിച്ചും കേജ്രിവാളിനെ പോലെയുള്ള ആൾക്കാരൊക്കെ അതിൻ്റെ അകത്തുണ്ടെങ്കിൽ, കേജ്രിവാൾ കൃത്യമായിട്ട് രാഷ്ട്രീയം പറയുന്ന ആളാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി കുറേ കാലം അദ്ദേഹത്തിന് രാഷ്ട്രീയം പറയാൻ ഉള്ള ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അദ്ദേഹം വളരെ നന്നായിട്ട് ഒരു പ്രകടനം നടത്തി. തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്, രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ട്. കേജ്രിവാളിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം പണ്ട് തൊട്ടേ നന്നായി രാഷ്ട്രീയം പറയുന്ന ഒരാളാണ്. നല്ല കുറിക്കൊള്ളുന്ന രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്കുന്ന ആളാണ്. ആ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്കി BJP പാളയത്തിൽ തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുപോലെയുള്ള ഒരാളെ ആ ദില്ലി സംസ്ഥാനത്തെ തന്നെ ഇപ്പോൾ ഒരു തവണ കൂടി 2015 BJP-ക്ക് ദില്ലി ജയിക്കാൻ പറ്റിയില്ല, 2020 പറ്റിയില്ല, അതിന് മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിലും പറ്റിയില്ല. അപ്പോൾ 3 തവണ ഇപ്പോൾ തുടർച്ചയായിട്ട് BJP-ക്ക് ദില്ലിയിൽ തോൽക്കാനുള്ള സാഹചര്യമുണ്ടായി. വീണ്ടും ഇനി ഒരു തവണ കൂടി 2025 BJP വീണ്ടും അവിടെ തോൽക്കാനുള്ള സാഹചര്യമാണെങ്കിൽ ഈ ദില്ലിയിലെ അസംബ്ലി തന്നെ പിരിച്ചുവിട്ട്
1956 മുതൽ 93 വരെ അവിടെ അസംബ്ലി ഇല്ലാത്ത ഒരു വെറും യൂണിയൻ ടെറിട്ടറി മാത്രമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിലേക്ക് പോലും ദില്ലിയെ തിരിച്ചു കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം ഉണ്ട്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങി BJP-യെ മുൻനിരയിൽ നിന്ന് ആക്രമിക്കാൻ തുടങ്ങിയാൽ അതിന് പോലുമുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നു. ശരി, ഞാൻ തിരിച്ചു വരാം അതിഥികളിലേക്ക് ഒരു വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം. അതിഥികളിലേക്ക് തിരികെ ശ്രീ ഉല്ലാസ് ബാബു, ഈ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം RSS മേധാവി മോഹൻ ഭഗവത് അദ്ദേഹം നാഗ്പൂരിൽ നടന്നൊരു പരിപാടിയിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു: തെരഞ്ഞെടുപ്പ് ജനാധിപത്യ സംവിധാനത്തിൽ അനിവാര്യമാണ്. പ്രതിപക്ഷം എന്നാൽ അവർ ശത്രുക്കളല്ല, എതിരാളികളാണ് എന്ന് മനസ്സിലാക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് മോദിയോടും BJP-യോടും പറഞ്ഞതാണ്. ഇത് അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യവുമായി കൂട്ടി വായിക്കണ്ടേ? അജിംസേ, ആ ചോദ്യം അവിടെ നിൽക്കട്ടെ, ഞാൻ മറുപടി പറയാം. അതിനു മുൻപ് ഇന്ത്യ മുന്നണിയുടെ 3 നേതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് സ്വാഭാവികമായിട്ടും മറുപടി പറയണം. ആനന്ദ് കൊച്ചുകൂട്ടനെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് കാറ്റ് വീശിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ നയങ്ങളും മാറും. നാളെ ഞങ്ങൾക്ക് അനുകൂലമായിട്ടും പറയും. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണ പാഠവും സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കും. അവിടെ ഇരിക്കട്ടെ. രണ്ടാമത് വരാം. വിനോദ് മാത്യു വിൽസൻ്റെ ജൽപ്പനകൾ സ്വാഭാവികമായിട്ട് ഒരു തമാശയായിട്ട് തോന്നുന്നു. എന്താ അദ്ദേഹം പറഞ്ഞത്? അരവിന്ദ് കെജ്രിവാൾ വന്നിട്ട് ആദ്യം ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞു. എന്താ 75 വയസ്സ് ഞെട്ടിച്ച് കളഞ്ഞെന്ന്. BJP നേതാക്കന്മാരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്ത് വയസ്സിളക്കാനാണോ ജയിലിൽ നിന്ന് ഓടിപ്പോകുന്നത് അദ്ദേഹം? അതാണോ വിനോദ് മാത്യു വിൽസൺ പറയുന്നത്? പിന്നെ നിങ്ങൾ വന്ന് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്ത് എന്ത് ഷൂട്ട് ചെയ്തു? നിങ്ങൾ 7 സീറ്റിൽ തോറ്റ് തൊപ്പിയിട്ടിട്ട് എനിക്ക് വിനോദ് മാത്യു വിൽസൻ്റെ ജൽപ്പനകൾ കണ്ടപ്പോൾ തോന്നിയത് യോധ സിനിമയിൽ കാവിലെ പാട്ട് മത്സരത്തിൽ കാണാമെന്ന് പറയുന്ന പോലെ ഇനിയും വരും. നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾ വരികയോ നിങ്ങൾ പ്രസംഗിക്കുകയോ നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തു, ഞങ്ങൾക്ക് എന്താ കുഴപ്പം? നിങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ ഫ്ലോറിലുള്ളപ്പോൾ ഞങ്ങൾ കൃത്യമായി പറഞ്ഞിരുന്നു, അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയപ്പെടുന്ന ഫാക്ടർ എന്ന് പറയപ്പെടുന്നത് ഇന്ത്യ മഹാരാജ്യത്തില്ല. നിങ്ങൾ ഡൽഹിയിൽ തോറ്റു തുന്നം പാടും. വളരെ കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ. ആ കൃത്യമായിട്ട് ഞങ്ങൾ മത്സരത്തിൽ ജനങ്ങൾ കാണിച്ചു തന്നല്ലോ. നിങ്ങളുടെ കെജ്രിവാൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്തെല്ലാം. പിന്നെന്താ പറഞ്ഞത്? BJP-യുടെ വയസ്സിൻ്റെ കാര്യം കഴിഞ്ഞാൽ യോഗി ആദിത്യനാഥ് വലിയ പണക്കത്തിലാണ്. കാരണം വിനോദ് മാത്യു വിൽസൺ അദ്ദേഹം ഒരു കത്ത് എഴുതിയിരുന്നു, ഞാൻ വലിയ ദുഃഖത്തിലാണ്, മാത്യു വിൽസൺ നിങ്ങളൊന്ന് ഇടപെടണം. അദ്ദേഹം BJP-യുടെ വിഷമങ്ങൾ, BJP-യുടെ ദുഃഖങ്ങൾ, BJP നേതാക്കന്മാരുടെ വയസ്സുകൾ, പിറന്നാളുകളൊക്കെ അന്വേഷിച്ച് നടക്കുന്ന നേരം അവനവൻ്റെ പാർട്ടി നേതാവ് പെട്ടിട്ടുള്ള അഴിമതി കഥകൾ കൃത്യമാക്കിക്കൊണ്ട് ജനങ്ങളോട് അതൊന്ന് വിശദീകരിക്കാൻ പഠിക്കും. 150 ദിവസം വിട്ടാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഇല്ല സാർ, നിങ്ങൾ 1000 ദിവസം വിട്ടാലും ഞങ്ങളെ സംബന്ധിച്ച് നീതിന്യായ വ്യവസ്ഥയിൽ അവർ ചെയ്യുന്ന പ്രവർത്തികൾ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഞങ്ങൾക്കും കുഴപ്പമില്ല. അപ്പോൾ പിന്നെ ഈ ചർച്ചയ്ക്ക് തന്നെ അർത്ഥമില്ലല്ലോ. പിന്നെ ശ്രീ ജിൻഡോ, നിങ്ങളോട് ഞാനൊരു സംശയം. ജിൻഡോ അത്യാവശ്യം കാര്യങ്ങൾ കൃത്യമായിട്ട് വിനോദ് മാത്യു വിൽസനെ പോലെയല്ല, കാര്യങ്ങൾ ഒന്നും കൂടി കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് പല രീതിയിൽ സംസാരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ജിൻഡോ, ഈ അരവിന്ദ് കെജ്രിവാൾ കുറ്റാരോപിതനാണ് എന്ന് കുറ്റാരോപിതനാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന്. ഓക്കെ, ഞാൻ വിനോദിലേക്ക് വരാം. വിനോദ്, അദ്ദേഹം ഒന്ന് പൂർത്തിയാകട്ടെ പ്ലീസ്. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ഫാക്ട് സംസാരിച്ചാൽ മതി. ആ ഫാക്ടിൽ സംസാരിക്കും. വിനോദ് മാത്യു വിൽസനെ പോലല്ല നിങ്ങളുടെ സംഘപരിവാർ അല്ല. എന്റെ നേതാക്കന്മാരുടെ എന്റെ നേതാക്കന്മാരുടെ വിനോദ് ആ വക സൂത്രമൊക്കെ വിനോദ് കയ്യിൽ വെച്ചാൽ മതി. ചർച്ചയിൽ വാക്കുകൾ പറയാനില്ലെങ്കിൽ കൊഞ്ഞനം കൂട്ടിയിട്ട് കാര്യമില്ല. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തണ്ട. വെച്ചാൽ മതി മെഡിക്കൽ ഷോപ്പിൽ. അപ്പൊ നല്ല ചൊറിച്ചിന് മാറും. നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയില്ലല്ലോ. നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയില്ലല്ലോ. അന്റെ വിടുവായുത്തരങ്ങൾ മുഴുവൻ വിളിച്ചു പറഞ്ഞ സമയത്ത് ഞാൻ മിണ്ടിയോ? ഈ വിടുവായുത്തരങ്ങൾ മുഴുവൻ വിളിച്ചു പറഞ്ഞ സമയത്ത് ഞാൻ മിണ്ടിയോ? ഞാൻ മിണ്ടിയോ? ഇല്ലല്ലോ. ആ സ്വാഭാവികമായിട്ട് മിണ്ടാതിരുന്ന മറുപടി തരാൻ എന്റെ സ്ലോട്ട് വരുമ്പോൾ അത് സ്കൂളിലെ പഠനവും നിങ്ങളുടെ സ്കൂളിലെ എഴുത്തുകൂട്ടും എന്തായാലും കയ്യിൽ വെച്ച് അത് ഇങ്ങോട്ട് വേണ്ട കേട്ടോ. കൃത്യമായി മനസ്സിലാക്കിക്കോ. ഈ ആനന്ദും ഈ ജിൻഡോയും ഈ വിനോദും സംസാരിക്കുന്ന സമയത്ത് ഉല്ലാസ് ബാബു കേട്ടിരുന്നത് പറയാൻ അറിയാഞ്ഞിട്ടല്ല, അതെന്റെ മര്യാദയാ. ആ മര്യാദ ഈ പറയുന്ന മാന്യൻ ഉണ്ടെങ്കിൽ മിണ്ടാതിരിക്കാം. ജിൻഡോ ആരായിരുന്നു ഡൽഹിയിൽ പത്രസമ്മേളനം വിളിച്ചിട്ട് അരവിന്ദ് കെജ്രിവാൾ കള്ളനാണെന്നും അഴിമതി നടത്തിയെന്നും ആദ്യം ആരോപിച്ചത്? PCC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ നേതാവെന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങളും അരവിന്ദ് കെജ്രിവാളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്നും അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാതിരിക്കുകയാണ് എന്നും ആരോപിക്കപ്പെട്ടത് നിങ്ങളുടെ വക്താവല്ലേ കോൺഗ്രസിൻ്റെ?
അപ്പോൾ നിങ്ങളല്ലേ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഏറ്റവും കൂടുതൽ കേസ് കൊടുത്തതും പരാതി കൊടുത്തതും പെറ്റീഷൻ കൊടുത്തതും ജയിലിലേക്ക് വിടണമെന്നും പറഞ്ഞത്? ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയെ ജയിലിലേക്ക് അടയ്ക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു വിഷമം കാണുന്ന ജിൻഡോ, നിങ്ങളുടെ നേതാക്കന്മാർ നടത്തിയ പത്രസമ്മേളനങ്ങൾ ഇന്നും മാധ്യമങ്ങളെ കെടുക്കുകയല്ലേ? ആ കെടുക്കുന്ന നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ നിങ്ങൾ പുറകോട്ട് കൊണ്ടുപോയി. അപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് അന്ന് നിങ്ങൾ പറഞ്ഞത് നുണയായിരുന്നു. ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ചതി പറയുകയായിരുന്നു. നിങ്ങൾ ജനങ്ങളെ വഴിതിരിച്ചു വിടുകയായിരുന്നു. നിങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അരവിന്ദ് കെജ്രിവാളിനെ നിങ്ങൾ നുണ പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ പറ്റിക്കുകയായിരുന്നു. ഇതൊക്കെ മറുപടി ജിൻഡോ പറയണ്ടേ? ഞങ്ങളുടെ രാഷ്ട്രീയ നേതാക്കൾ പിന്നെ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ തേരോട്ടം നടത്തി. നിങ്ങൾ തേരോട്ടം നടത്തിക്കോ. നിങ്ങൾ കൺസോളിഡേറ്റഡ് പ്രതിപക്ഷമായി മത്സരിച്ചു നിന്ന് ഞങ്ങൾ ഇന്നും കൃത്യമായിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് ഭരണത്തിലില്ലേ? പിന്നെ നിങ്ങൾ 1ാം UPAയും 2ാം UPAയും നരസിംഹറാവു ഒക്കെ ഭരിക്കുന്ന സമയത്ത് ഈ കൂട്ടുമുന്നണി സംവിധാനത്തിൽ കക്ഷത്ത് വെച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾ ആരോപിച്ചിട്ടുണ്ടോ? ഈ ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധി എത്ര കക്ഷത്തിൻ്റെ ഇടയിലാണ് തലവെച്ചിട്ടുണ്ടായിരുന്നേ? അത് ഞാൻ ആരോപിക്കണോ? ആ ഭാഷ ഞാൻ ഉപയോഗിക്കണോ? ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞു അരവിന്ദ് കെജ്രിവാൾ അതാത് സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ അപ്പ കണ്ടവനെ അപ്പ എന്ന് വിളിക്കുന്ന കാരണവന്മാരുടെ വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനത് നാടൻ ഭാഷയിൽ പറഞ്ഞു എന്ന് മാത്രം. അതാത് സ്ഥലത്ത് ചെന്നിറങ്ങുമ്പോൾ അതാത് സൂത്രപ്പണികൾ പണിത് കൃത്യമായിട്ടൊരു സ്റ്റൈൽ ഉണ്ടാക്കുന്നുവെന്ന് ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞു. നല്ല കാര്യം ആനന്ദ് കൊച്ചുകൂടി, നിങ്ങൾ പറഞ്ഞ കാര്യം കറക്റ്റാണ്. ഞാൻ നാടൻ ഭാഷയിൽ അതിന് വ്യാഖ്യാനിച്ചു എന്ന് മാത്രം. ശരിയാണ്. അതാത് ജനങ്ങൾക്ക് വേണ്ട രീതിയിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സൂത്രപ്പണി ഒപ്പിച്ച് അധികാര കേന്ദ്രത്തിലേക്ക് നടന്നു കയറാനുള്ള സൂത്രക്കാരായുടെ കൂട്ടമായിട്ട് ആം ആദ്മി പാർട്ടി അധപതിച്ചു ഇരിക്കുന്നു എന്ന് ആനന്ദ് കൊച്ചുയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ പറയട്ടെ. BJP ഒന്നും തോറ്റിട്ടില്ല. നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ചോ. കൺസോളിഡേറ്റഡ് പ്രതിപക്ഷം നിന്നിട്ടും ഞങ്ങൾ മേടിച്ച സീറ്റ് നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ മേടിച്ച സീറ്റ് ഞങ്ങൾക്കറിയാമല്ലോ. ആം ആദ്മി പാർട്ടിയല്ല, അരവിന്ദ് കെജ്രിവാൾ അല്ല, ഈ പറഞ്ഞ വിനോദ് മാത്യു വിൽസനല്ല. നിങ്ങൾ ഇവിടെ വെറുതെ കയറി കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. കേന്ദ്രം ഞങ്ങൾ ഇനി 5 വർഷം ഭരിക്കും, അടുത്ത 25 വർഷവും ഭരിക്കും. നിങ്ങൾ നല്ല ഭാവി പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധി നിലനിൽക്കും. കേരളത്തിലെ എന്നല്ല ഇന്ത്യ മഹാരാജ്യത്തും വിനോദ് മാത്യു വിൽസൺ വളരും. ഒരു തരത്തിലുള്ള എന്താണ് വിനോദ് മാത്യു കേന്ദ്ര സർക്കാർ ഞാനും സംസാരിക്കും. ഒരു തരത്തിലുള്ള റിഗ്രറ്റുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കുറഞ്ഞതിലോ കേവല ഭൂരിപക്ഷം ലഭിക്കാത്തതിലോ BJPക്ക് ഒരു തരത്തിലുള്ള റിമോഴ്സും ഇല്ലാതെ തോന്നുകയാണ്. അവിടെയാണ് നിങ്ങൾ എന്താണ് രാഷ്ട്രീയമായി തിരിച്ചടികൾ ഉണ്ടാകും. വേണമെങ്കിൽ ഇപ്പോൾ BJP വിചാരിച്ചാൽ കെജ്രിവാൾ കാലാകാലം അകത്ത് കിടക്കുമെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. വിനോദ് മാത്യു വിൽസൺ. തീർച്ചയായിട്ടും ഞാൻ സംസാരിച്ചു തുടങ്ങിയ ഉടനെ അദ്ദേഹം സംസാരിക്കുന്ന പറഞ്ഞു ഭീഷണിയൊക്കെയാണ്. ആരോടാണ്? ലോ കോളേജിൽ ഒന്നിച്ച് പഠിച്ചതാണ്. ആ സമയത്ത് നമ്മൾ വരണ്ടിട്ടില്ല, പിന്നെ പോവുക. പിന്നെ അതുകൊണ്ട് ആ പരിപാടി ഒന്നും ഇവിടെ നടക്കണ്ട. പിന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരവിന്ദ് കെജ്രിവാളിനെ കണ്ട് ഭയന്നോ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ കണ്ട് ഓടിയിട്ടില്ല എന്നൊക്കെ പറയും. അതായത് 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞ സമയത്ത് മോദി കി ഗ്യാരണ്ടി നാഴിക്ക് 40 വട്ടം കേരളത്തിന്റെ മണ്ണിൽ വന്ന് പറഞ്ഞിട്ട് പോയി, തമിഴ്നാട്ടിൽ പറഞ്ഞിട്ട് പോയി നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യകളുടെ ഏറ്റവും വർഗീയവാദിയായ പ്രധാനമന്ത്രിയായ മനുഷ്യൻ അതിനുശേഷം മനുഷ്യനെ വിഘടിപ്പിക്കുന്ന വിഭജിക്കുന്ന വാക്കുകൾ കൊണ്ട് ഇലക്ഷൻ പ്രചരണം തെറ്റായ ദിശ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നരേന്ദ്രമോദി അല്ലാത്ത ഭരണം വന്നാൽ ക്രിക്കറ്റ് ടീമിൽ മുസ്ലിംസിന് പ്രാതിഥ്യം ഉണ്ടാവുമെന്ന് പറഞ്ഞു. പെണ്ണുങ്ങളുടെ മംഗലസൂത്രയെ പറ്റി സംസാരിച്ചു. ഈ രാമക്ഷേത്രം എന്ന് പറയുന്ന ഇടിച്ചു പൊളിച്ചു കിടന്ന് വീണ്ടും മാവറി ബസ് കൊണ്ടുവരുന്നു പറയുന്ന അതിവർഗീയമായ സ്റ്റേറ്റ്മെന്റ് നടത്തി. ആ സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ, ഞാൻ കൃത്യമായി പറയുന്നല്ലോ, ഇന്ത്യ സഖ്യം ഒരു കുറച്ചുകൂടെ നേരത്തെ ഫോം ചെയ്ത് കൃത്യമായി വന്നിരുന്നെങ്കിൽ ഭരണം പിടിക്കാമായിരുന്നു. ഇന്ത്യയിലെ ജനങ്ങൾ കൃത്യമായി വോട്ട് രേഖപ്പെടുത്തി. എനിക്ക് ഒരുപക്ഷെ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരാതിരുന്നത് കൊണ്ട് വിഷമോ എന്നുള്ള ഒരു മനുഷ്യനെയല്ല ഞാൻ. കാരണം ഇന്ത്യയിൽ ഒരു സുവർണ്ണ പ്രതിപക്ഷം ഉണ്ടായിരിക്കുന്നു. കാരണം ഒരുപക്ഷെ ഇന്ത്യ സഖ്യം അരവിന്ദ് കെജ്രിവാൾ 2019 അന്ന് കോൺഗ്രസിനോട് ഡൽഹിയിൽ പറഞ്ഞാൽ നമുക്ക് സഖ്യ രീതിയിൽ പോകാം, ഈ നരേന്ദ്രമോദിയെ മാറ്റാം. പക്ഷെ അന്ന് കോൺഗ്രസ് ചെവിക്കൊണ്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ വളരെ മുൻകാലത്തിൽ ഫോം ചെയ്തിരുന്നുവെങ്കിൽ നരേന്ദ്രമോദി അധികാരത്തിൽ മാറ്റാൻ കഴിയുമായിരുന്നു. പക്ഷേ ചില അനിഷ്ടങ്ങളും അപ്രീതികളും ഒക്കെ സംഭവിച്ചു. പക്ഷേ അരവിന്ദ് കെജ്രിവാൾ വരുവോടുകൂടി അറസ്റ്റോടുകൂടി അതിന് ഗതിവേഗമുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് മിസ്റ്റർ ഉല്ലാസ് ബാബു നിങ്ങൾ 400 സീറ്റ് നേടുമെന്ന് നാഴിക്ക് 40 വട്ടം പറഞ്ഞവർ 330 300 242 എത്തി നിൽക്കുക. ഇപ്പൊ ആടിക്കൊണ്ടിരിക്കുക. ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറും ഒന്ന് എഴുന്നേറ്റാൽ അവരുടെ താങ്ങും. കാര്യം എന്താ അറിയാമോ? അവര് മാറിപ്പോയാൽ ഈ സാധനം തകരും. നിങ്ങൾക്കറിയാമല്ലോ, ആദ്യത്തെ NDA യോഗത്തിൽ ഈ ഇരുമ്പ് ഉരുക്ക് മനുഷ്യനായ അമിത്ഷാ എന്ന് പറയുന്ന മനുഷ്യൻ പോയി വലത്തെ ഭാഗത്ത്. കാരണം എന്താ അറിയോ? അപ്പുറം ഇപ്പുറം ചന്ദ്രബാബു നായിഡു നിതീഷ് കുമാർ വരുന്നത് അവരുടെ സമയം അവരുടെ ഫോൺ കോൾ അവർ
പറയുന്ന വാക്കുകൾ അത് കേട്ട് ഭരിക്കേണ്ട ഗതികേടിലേക്ക് നരേന്ദ്രമോദി മാറിയെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയായ പ്രധാനമന്ത്രിയായി അദ്ദേഹം മാറിയത് കൊണ്ടാണ്, ജനങ്ങൾ തിരിതെറ്റിക്ക് അടിച്ചത് കൊണ്ടാണ് ആ അടി കൊടുക്കുന്ന അരവിന്ദ് കേജ്രിവാൾ ഇന്ത്യ സഖ്യവും അതിഗംഭീരമായി പോരാടി. ആ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ ദാർഷ്ട്യം കുറഞ്ഞത്, നിങ്ങളുടെ അസഹിഷ്ണുത കുറഞ്ഞത്. നിങ്ങൾ അതിനുശേഷം ഒരു വർഗീയ സ്റ്റേറ്റ്മെന്റ് പോലും ഇറക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ പൗരത്വ ഭേദഗതി എവിടെ പോയി, നിങ്ങളുടെ CA എവിടെ പോയി, നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകുന്നു പറയുന്ന സ്റ്റേറ്റ്മെന്റ് എവിടെ പോയി? നിങ്ങൾക്ക് പറ്റില്ല. കാരണം ചന്ദ്രബാബു നായിഡുവും ബീഹാറിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള നിതീഷ് കുമാറും പറയും എഴുന്നേറ്റ് പോവുമെന്ന് പറയും. പേടിക്കും, ഭയക്കും. 5 വർഷം പൂർത്തീകരിക്കണം, പൂർത്തീകരിച്ചില്ലെങ്കിൽ ജയിലിൽ പോകും. പോയി കാല് കഴുകി ഭാരത മണ്ണിനെ അവിടെ പൂജസേവ ചെയ്തതിന്റെ ഭാഗമായി ജയിലിൽ പോകുന്നറിയാം. ഒരു പ്രതിപക്ഷം ഇന്ത്യ പോലത്തെ ഒരു ജനാധിപത്യ രാജ്യത്തിൽ എത്രമാത്രം പ്രസക്തമാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്ന ചില കാര്യങ്ങളാണ് ഡിസ്കഷനിൽ തന്നെ വരുന്നത്. അത് കോടതികളുടെ പെർസെപ്ഷനെ പോലും ബാധിക്കും. അതായത് കോടതികൾ കാര്യങ്ങൾ നോക്കിക്കാണുന്നതിനെ പോലും ബാധിക്കും എന്ന് തോന്നുന്ന വിധമാണ് ചില കോടതി ഇടപെടലുകൾ ജാമ്യങ്ങളുടെ കാര്യത്തിലുണ്ടാകുന്നത്. വിധിയെക്കുറിച്ചല്ല പറയുന്നത്. അപ്പോൾ ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ ഇനി നിങ്ങളുടെ ഒരു പ്രതീക്ഷ എന്താണ് ഈ രാജ്യത്തെക്കുറിച്ച്? വളരെ ചുരുക്കി. തീർച്ചയായിട്ടും അജിംസെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ജനവിധിക്ക് ശേഷമാണ് നമ്മൾ ഈ ചർച്ചയൊക്കെ നടത്തുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി എന്നുള്ള പ്രധാനമന്ത്രി കസേരയിൽ നിന്ന് മാറ്റപ്പെട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിൽക്കെ തന്നെ ഇന്ത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിശക്തമായിട്ട് തിരിച്ചു വന്നു എന്ന് മാത്രമല്ല, ഇന്ത്യൻ പാർലമെന്റിനകത്ത് നരേന്ദ്രമോദി ഉത്തരം പറയാൻ ബാധ്യസ്ഥനാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇനി ഞാൻ ഒറ്റ കാര്യം മാത്രമാണ് BJPയുടെ പ്രതിനിധി ഉല്ലാസ് ഭവനോട് പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞത് കൺസോളിഡേറ്റഡ് പ്രതിപക്ഷമായിട്ട് ഞങ്ങൾ മത്സരിച്ചത് കൊണ്ടാണ് അവർക്ക് വോട്ട് കുറഞ്ഞത്, സീറ്റ് കുറഞ്ഞത്, തോൽവിയോളം എത്തിയ ഒരു ജയമുണ്ടായത് എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കൺസോളിഡേറ്റഡ് NDA ആയിട്ടാണ് മത്സരിച്ചത്. നിങ്ങളുടെ ഘടകകക്ഷികൾ ആരായിരുന്നു? ED, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നിങ്ങളുടെ മറ്റൊരു ഘടകകക്ഷിയാണ് ഇലക്ഷൻ കമ്മീഷൻ. നിങ്ങൾക്ക് പ്രചരണം നടത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നരേന്ദ്രമോദിക്ക് ഈ രാജ്യം മുഴുവൻ നടന്ന് വിദ്വേഷവും വെറുപ്പും നുണയും പറയാൻ വേണ്ടിയിട്ട് 7 ഘട്ടമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കൊടുത്ത ഇലക്ഷൻ കമ്മീഷൻ, നരേന്ദ്രമോദിയുടെ ഒരു വിദ്വേഷ പ്രസംഗം പോലും തെറ്റാണെന്ന് കാണാത്ത ഇലക്ഷൻ കമ്മീഷൻ, അതുപോലെ ഇവിടുത്തെ ഭരണഘടനാ സംവിധാനങ്ങൾ, മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സാമ്പത്തികമായിട്ടും സംഘടനാപരമായിട്ടും മുഴുവൻ സംവിധാനങ്ങളും നിങ്ങളുടെ ഘടകകക്ഷികളായിരുന്നു അല്ലേ? നിങ്ങളുടെ പ്രധാനമന്ത്രി ധ്യാനമിരിക്കുന്നു, നുണ പറയുന്നു, തെറി പറയുന്നു, മുസ്ലിങ്ങളെ ചീത്ത പറയുന്നു, മട്ടൻ കറി മോശമാണെന്ന് പറയുന്നു, എന്തൊക്കെ പറഞ്ഞു. ഇതൊക്കെ നിങ്ങളുടെ ഘടകകക്ഷികളായിട്ട് വരും. ഇതായിരുന്നു നിങ്ങളുടെ ഇലക്ഷൻ അജണ്ട. ഞങ്ങൾ പൊളിറ്റിക്സ് പറഞ്ഞപ്പോൾ, ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളുടെ നിത്യനിദാനമായിട്ടുള്ള പ്രശ്നങ്ങളുടെ രാഷ്ട്രീയം പറഞ്ഞപ്പോൾ നിങ്ങളുടെ പ്രധാനമന്ത്രി എന്താണ് പറഞ്ഞത് എന്നുകൂടി പറയാൻ നിങ്ങൾക്ക് ഒരു ധൈര്യം വേണ്ടേ? നിങ്ങളുടെ പ്രധാനമന്ത്രി 10ഉം 15ഉം പ്രാവശ്യം നുണ മാത്രം പറയുന്നു. അങ്ങനെ മുസ്ലിങ്ങൾക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള കള്ളം പറഞ്ഞ നാട്ടിൽ നിങ്ങൾ ലക്ഷക്കണക്കിന് വോട്ടിന് തോറ്റുപോയി. നരേന്ദ്രമോദി 3 മണിക്കൂർ നേരം 6000 ചില്ല വോട്ടിന് പുറകിൽ നിന്നു. വാരാണസിയിൽ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 4-1 കുറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ 4 ഇരട്ടിയായിട്ട് വർദ്ധിക്കുമ്പോൾ അല്ലേ? അപ്പൊ ഇതിന്റെയൊക്കെ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. കൺസോളിഡേറ്റഡ് പ്രതിപക്ഷം ആകുന്നത് എങ്ങനെയാണ് ആയത്? ED, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, അതുപോലെ NIA, അതുപോലെയുള്ള മുഴുവൻ അന്വേഷണ ഏജൻസികളും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ഈ രാജ്യത്തെ ജനങ്ങളെ ഉണ്ടായുള്ളൂ. ഓക്കെ, എന്താ റൈറ്റ്. എന്തായാലും ഒരു പ്രതിപക്ഷം എത്രമാത്രം രാജ്യത്ത് അനിവാര്യമാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നതാണ് സമീപകാല സംഭവവികാസങ്ങൾ. പ്രത്യേകിച്ചും അരവിന്ദ് കെജ്രിവാളിന്റെ ഈ കേസ് എന്നുകൂടി ഓർമ്മിക്കും. ശ്രീ ഡോക്ടർ ജിൻഡോ ജോൺ, വിനോദ് മാത്യു വിൽസൺ, ഉല്ലാസ് ബാബു, ആനന്ദ് കൊച്ചൂരി ഇത്രയും സംസാരിച്ചതിന്